بسم الله الرحمن الرحيم. بسم الله الرحمن الرحيم. أم لم يعرفوا رسولهم فهم له منكرون. صدق الله مولانا العظيم. വളരെ വിശദമായി പല പണ്ഡിതന്മാരും ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠനം നടത്തിയിട്ടുണ്ട്. പക്ഷേ ആര് പഠിച്ചാലും അവസാനിക്കാത്ത ആഴം കാണാത്ത സാഗരമാണ് മഹാനായ ഹബീബ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. എങ്കിലും അവിടുത്തെ എത്ര കണ്ട് നമുക്ക് അറിയാൻ ഒക്കുമോ അത്ര കണ്ടാണ് അവിടുത്തെ സ്നേഹിക്കാനും ആദരിക്കാനും അതനുസരിച്ച് പിന്തുടർന്ന് പിൻപറ്റി ജീവിക്കാനും നമുക്ക് സാധ്യമാകുക. അവിടത്തോടുള്ള സ്നേഹം കണ്ട് മനസ്സിലാക്കാൻ നമുക്ക് ഭാഗ്യം ലഭിച്ചിട്ടില്ല. അതൊരു വലിയ നഷ്ടം തന്നെയാണ്. ഈ ലോകത്തെ ഏറ്റവും വലിയ ഭാഗ്യവാന്മാർ മഹാന്മാരായ സഹാബാ കിറാമുകളാകാനുള്ള കാരണം ഹബീബ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവർക്ക് നേരിട്ട് ദർശിക്കാൻ സാധിച്ചു എന്ന് തന്നെയാണ്. പക്ഷേ അവിടുത്തെ വിശുദ്ധ ദാത്ത് ആ ശരീരം ഇവിടെ നിന്ന് അപ്രത്യക്ഷമായെങ്കിലും എല്ലാ അർത്ഥത്തിലും അവിടുന്ന് ആത്മീയമായി ഇന്നും ഇവിടെ നിലനിൽക്കും. അത് ഉൾക്കൊള്ളാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് അവിടുത്തെ സ്നേഹിക്കാനും ബഹുമാനിക്കാനുമാകും. മറ്റത്ത് അത്ര എളുപ്പമുണ്ടാവില്ല. ആള് സ്ഥലത്തുണ്ടായിരുന്നുവെങ്കിൽ വളരെ എളുപ്പത്തിൽ ആ കാര്യം സാധിക്കുമായിരുന്നു. ഒരു വ്യക്തിയെ മറ്റൊരാൾ സ്നേഹിക്കാൻ മഹാനായ ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി പറയുന്നത് അടിസ്ഥാനപരമായി 3 കാരണങ്ങളാണ്. ഒരാൾ മറ്റൊരാളെ സ്നേഹിക്കുന്നതിന് അടിസ്ഥാനം 3 കാരണങ്ങളാണ്. ഒന്ന്, ആ വ്യക്തിയുടെ അല്ലെങ്കിൽ ആ വ്യക്തിത്വത്തിന്റെ കമാലിയത്ത്, ആ വ്യക്തിത്വത്തിന്റെ പൂർണ്ണത. ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയെ സ്നേഹിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണമാണ് ഈ വ്യക്തി സമ്പൂർണനാവുക എന്ന്. ഏതിലും, എന്നിട്ട് എല്ലാത്തിലും കൂടി എന്നല്ല, ഒരു വിഷയത്തിൽ ഒരാള് പരിപൂർണനാണെങ്കിൽ ആ വിഷയവുമായി ബന്ധപ്പെട്ട ആളുകൾ മുഴുവൻ അയാളെ സ്നേഹിക്കും. ഒന്നിലധികം വിഷയങ്ങളിൽ പരിപൂർണനാണെങ്കിൽ ആ വിഷയങ്ങളിലൊക്കെ ബന്ധപ്പെട്ട ആളുകൾ അയാളെ സ്നേഹിക്കും. എല്ലാ കാര്യത്തിലും പരിപൂർണനാണെങ്കിലോ എല്ലാവരും സ്നേഹിച്ചേ പറ്റും. പക്ഷെ ഈ പരിപൂർണനാണെന്ന് നമ്മൾ അറിയണം. ഇവിടെ ഉദാഹരണം പറഞ്ഞാൽ, പണ്ട് PT ഉഷ ഓടുന്ന കാലത്ത്, ഇപ്പൊ ഓടിക്കല വയസ്സായതുകൊണ്ട്, ഓടുന്ന കാലത്ത് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഓട്ടക്കാരിയായിരുന്നല്ലോ അവർ. എന്റെ അടുത്ത് മിൽക്കാർക്ക് ഉണ്ടായിരുന്ന പുരുഷനാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും അവരെ സ്നേഹിച്ചിരുന്നു. ഈ ഒരു ഓട്ടവും കാണാൻ പോകാത്ത പള്ളിക്ക് കുത്തിരിക്കുന്ന നമ്മളെ പോലത്തോരും സ്നേഹിച്ചിരുന്നു. എന്തുകൊണ്ട്? ഇന്ത്യയുടെ പേര്, പ്രശസ്തി ഉയർത്തിപ്പിടിക്കുന്നു. ഇന്ത്യയുടെ രംഗത്താക്കി ഉയർത്തിപ്പിടിക്കുന്ന ഒരു വ്യക്തിത്വം, ആ രംഗത്തൊരു കമാലിയത്ത് എത്തിയ വ്യക്തി എന്നുള്ള നിലക്ക് ഒരു സ്നേഹം. അതുകൊണ്ട് ആർക്കും വേണ്ടാത്ത പച്ച താന്ന ഒരു ചായപ്പൊടി ഉണ്ട്. ആ ചായപ്പൊടിന്റെ പരസ്യം കൊടുത്തിനെ ഇവരിങ്ങനെ ഇത് പിടിച്ചിട്ട് പായണ കണ്ടിട്ടാ. അപ്പൊ എന്താ, PT ഉഷന്റെ ഓട്ടം ഈ ചായന്റെ ഉന്മേഷം കൊണ്ടാണെന്നാണ് ആശയം. വേറെ അപ്പൊ ഈ PT ഉഷ എത്ര സുന്ദരിയാ? ഒന്നുമല്ല, അത്ര സുന്ദരിയല്ല, ഒത്തിരി സുന്ദരിയല്ല. ഭാഗ്യ സൗന്ദര്യത്തിന് വേണ്ടിയിട്ടല്ല, അതൊരു കമാലിയത്തായിരുന്നു. അതുപോലെ തന്നെ പഴയ മുഹമ്മദ് അലി അയാളെ സ്നേഹിക്കാത്ത ആളുകൾ ലോകത്ത് തന്നെ വളരെ കുറവാണ്. മുസ്ലിങ്ങളിൽ നിന്നല്ല, എല്ലാവരും അയാൾ കാണാൻ ചുരുക്കുള്ള മനുഷ്യനാണ്.
കറുകറുത്ത നീഗ്രമാണ് ആള്. പിന്നെന്താ ഈ മനുഷ്യനെ ഇടങ്ങേറാക്കുന്ന ബോക്സിങ്, ആ രംഗത്ത് അയാളൊരു കമാരിയത്തെത്തി. അതുകൊണ്ട് അയാളെ സ്നേഹിക്കുന്നു, അയാളുടെ സൗന്ദര്യം നോക്കിയിട്ടാണ്. ഇങ്ങനെ ചുരുക്കി ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഏത് രംഗത്തും, അത് ഹൈറാവട്ടെ ഷർറാവട്ടെ, ഏത് രംഗത്താണോ ഒരാൾ സമ്പൂർണത കൈവരിച്ചത് എങ്കിൽ അതിന്റെ പേരിൽ ലോകം ആളെ സ്നേഹിക്കും. എങ്കിൽ എല്ലാ രംഗത്തും സമ്പൂർണത ഒരാൾക്ക് അല്ലാഹു തമ്പുരാൻ ഹൈറായ നല്ലതായ മുഴുവൻ രംഗത്തും ഒന്നൊഴിയാതെ സമ്പൂർണതയുടെ മാനദണ്ഡമാക്കാൻ പറ്റുന്ന ഒരു വ്യക്തിത്വം ലോകത്തുണ്ടെങ്കിൽ ആ വ്യക്തിത്വത്തെ സ്നേഹിച്ചേ പറ്റും. അനുയായികൾ അല്ലാത്തവർ എന്ന വ്യത്യാസമില്ല, മുസ്ലിം എന്നോ അമുസ്ലിം എന്നോ വ്യത്യാസമില്ല. മഹാനായ ഹബീബ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വ്യക്തിത്വം ഉൾക്കൊള്ളുന്ന സമ്പൂർണത നാം മനസ്സിലാക്കി കഴിഞ്ഞാൽ അറിയാതെ നമ്മൾ സ്നേഹിച്ചേ പറ്റൂ. സ്നേഹിച്ചുകൊണ്ട് നിർബന്ധിതരാവും നാം സ്നേഹിക്കാൻ. ഒന്ന് കമാലിയത്ത്, രണ്ട് ജമാലിയത്ത്. അത് പിന്നെ എല്ലാവർക്കും തിരിയുന്നതാണ്. ബാഹ്യ സൗന്ദര്യം ലോകത്തെ ആകർഷിക്കുന്നതിൽ വളരെ കൂടുതൽ സ്വാധീനമുള്ള ഒന്നാണ് ബാഹ്യ സൗന്ദര്യം എന്നത്. അല്ലാഹു അവന്റെ അംബിയ മുർസലുകളായി ഈ ലോകത്തേക്ക് അയച്ച മുഴുവൻ മഹത്തുക്കളും അവരവർ ജീവിച്ചിരുന്ന കാലത്തെ ഏറ്റവും തികഞ്ഞ സമ്പൂർണ്ണ സൗന്ദര്യത്തിന്റെ ഉടമകളായിരുന്നു എല്ലാ കാലത്തും. അതിന്റെ കാരണം ബാഹ്യ സൗന്ദര്യമാണ് മനുഷ്യരെ ഏറ്റവും കൂടുതൽ ഒരു വ്യക്തിയിലേക്ക് ആകർഷിക്കുന്നതും അതിലൂടെ സ്നേഹിക്കാൻ കാരണമാകുന്നത്. അല്ലാഹുവിന്റെ അമ്പിയാക്കളാണ് ഏത് കാലത്തും അല്ലാഹുവിന്റെ അടിമകളാവുന്ന മനുഷ്യർ ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടതും ആ സ്നേഹത്തിലൂടെ അവരിലേക്ക് അടുക്കേണ്ടതും. അതുകൊണ്ട് ബാഹ്യമായ സൗന്ദര്യവും എങ്കിൽ ലോകത്തിന് മുഴുവനും മനുഷ്യന്റെ തുടക്കം തൊട്ട് അവസാനം വരെയുള്ള മുഴുവൻ ആളുകളുടെയും നേതാവായി മുഴുവൻ ആളുകളും സ്നേഹിക്കാനും അനുസരിക്കാനും പിമ്പറ്റാനും കടമപ്പെട്ട ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബാഹ്യ സൗന്ദര്യം അത് വർണ്ണനകൾക്ക് അതീതമാണ്, വർണ്ണിക്കാൻ കഴിയില്ല. മഹദിയായിരിക്കുന്ന ബീവി ആയിഷ റളിയല്ലാഹു തആല അൻഹ ഒരിക്കൽ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖത്തേക്ക് നോക്കിയിട്ട് ഇവിടുന്ന് ഇങ്ങനെ പറയുകയുണ്ടായി, ലവിമാദുലൈഹ ലൗ റഅയ്ന ജബീനഹു ലഅസർന ബിൽ ഖത്ഇൽ ഖുലൂബ അലൽ ഐദി. മഹദിയായിരിക്കുന്ന സുലൈഖ റളിയല്ലാഹു തആല അൻഹയെ യൂസുഫ് നബി അലൈഹിസ്സലാമിനെ സ്നേഹിച്ചുപോയി അല്ലെങ്കിൽ പ്രേമിച്ചുപോയി എന്നതിന്റെ പേരിൽ ആക്ഷേപം പറഞ്ഞ ഈജിപ്തിലെ സുന്ദരികൾ, ആ സുന്ദരികളെ വിളിച്ചു വരുത്തി സദ്യ കൊടുത്ത മഹദിയായിരിക്കുന്ന സുലൈഖ അവരുടെ കയ്യിൽ മൂർച്ചയുള്ള കത്തിയും മുറിച്ചു തിന്നാൻ പാകത്തിന് പഴവും കയ്യിൽ കൊടുത്ത് ഈ കത്തിയും പഴവും കയ്യിലെടുത്ത സമയത്ത് ലോകത്തിന്റെ സൗന്ദര്യത്തിന്റെ അർദ്ധഭാഗം നൽകപ്പെട്ട മഹാനായിരിക്കുന്ന യൂസുഫ് നബി അലൈഹിസ്സലാം ഈ സ്ത്രീകളിരിക്കുന്ന മജ്ലിസിന്റെ മധ്യേ യജമാനത്തിയുടെ കൽപ്പന പ്രകാരം വന്നം നടന്നുപോയി. ഒരക്ഷരം ഉരിയാടിയിട്ടില്ല, ആരോടും ഒന്നും പുഞ്ചിരിച്ചിട്ട് പോലുമില്ല. വെറുതെ സുസ്മേരവദനായ യൂസുഫ് നബി അലൈഹിസ്സലാം വെറുതെ മന്നം അതിലെ നടന്നുപോയതേയുള്ളൂ. فلما رأينه أكبرنه وقطعن أيديهن وقلن حاش لله ما هذا بشرا إن هذا إلا ملك كريم. കണ്ട മാത്രയിൽ തന്നെ ആ മിസ്രിലെ സുന്ദരികളായ യുവതികൾ മുഴുവനും ഒരേ സ്വരത്തിൽ പറഞ്ഞു, മഹാദാ ബശറ, മനുഷ്യനല്ല, ഇങ്ങനൊരു മനുഷ്യനുണ്ടാവും. ഇൻ ഹാദാ ഇല്ലാ മലക്കും കരീം, ആദരണീയനായ മലക്ക് മനുഷ്യരൂപം കൊണ്ടിറങ്ങിയതാണ്, ഇങ്ങനൊരു മനുഷ്യൻ ഉണ്ടാവില്ല എന്ന് പറയുക മാത്രമല്ല, കത്തയന ഐദിയഹുന്ന, പഴം മുറിക്കുന്നതിന് പകരം അറിയാതെ കയ്യിന്റെ കഷ്ണം അതാ കത്തായ എന്ന് പറഞ്ഞ കഷ്ണം ഇങ്ങനെ മുറിച്ചിട്ട് പോലും അറിഞ്ഞില്ല. കത്തായെന്ന് പറഞ്ഞാൽ ഒരിക്കപ്പോഴും അബദ്ധത്തിൽ മുറിഞ്ഞല്ല, കത്തായ ആവർത്തിച്ച് ഇങ്ങനെ ചെത്തുന്നത് മുഴുവനും കയ്യിന്റെ വരലുമലാ പറ്റുന്നത്. എന്നിട്ട് അവരെ അറിഞ്ഞില്ല, ഒറ്റ നോട്ടം കണ്ടത്. യൂസുഫ് നബി അലൈഹി സ്വലാമിന്റെ വശ്യ സൗന്ദര്യത്തിന്റെ ആ സാന്നിധ്യത്തിൽ സ്വയം മറന്നുപോയ ആ യുവതികൾ
ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയാ ലദിമാ സുലൈഖ ലൗ റഅയ്ന ജബീനഹു ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുവദനം ആ മിസ്രിലെ യുവതികൾ ദർശിച്ചിരുന്നു എങ്കിൽ ലആസർന ബിൽ ഖത്ൽ ഖുലൂബ അലൽ ലൈദി കൈമുറിക്കാനുണ്ടാവില്ല, അറ്റാക്കായി മരിച്ചു പോകുമായിരുന്നു. കൽബ് മുറിക്കാന്ന് പറഞ്ഞാൽ അറ്റാക്കായി പോകും, അപ്പൊ തന്നെ ഹാർട്ട് അറ്റാക്ക് ആയിട്ട് മരിച്ചു പോകും. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സൗന്ദര്യം. അപ്പൊ സൗന്ദര്യം കൊണ്ടും അല്ലാഹുവിന്റെ അമ്പിയാക്കന്മാർ മുഴുവനും അനുഗ്രഹീതരാണ്. എന്നാൽ അവരുടെ മുഴുവനും നേതാവായ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ നിലക്ക് നമ്മൾ പഠിക്കുകയാണെങ്കിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടി മുതൽ മുടി വരെയുള്ള അംഗപ്രത്യംഗ വർണ്ണന ബഹുമാനപ്പെട്ട സഹാബാക്കിറാം നിർവഹിക്കുകയും അതിന് തന്നെ ഹദീസ് ഗ്രന്ഥങ്ങളിൽ ഒരു പ്രത്യേക ശാഖ തന്നെ മഹാന്മാരായ പണ്ഡിതന്മാർ വിവരിക്കുകയും ഹദീസ് ഗ്രന്ഥങ്ങളിൽ പ്രത്യേക ഒരു ശാഖ തന്നെ ഷമാഇൽ എന്നാണ് ഇത് പറയുക. ഷമാഇൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അംഗപ്രത്യംഗ വർണ്ണന അതിലൊന്നും ഒഴിവില്ല. നമ്മുടെ കണ്ണ് മുന്നിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നു നിൽക്കുന്നത് പോലെയുള്ള അത്രയും വ്യക്തമായ വർണ്ണന നടത്തിയിട്ടുണ്ട്. എന്തിനാണ്? ആ ബാഹ്യ സൗന്ദര്യം കേട്ടുകൊണ്ട് ഉൾക്കൊള്ളാൻ. അങ്ങനെ കഴിയുമോ? ഇങ്ങനെ കഴിയും. നിങ്ങൾ കണ്ടില്ലേ റേഡിയോയിൽ നാടകം കേൾക്കലല്ലോ, കാണല്ല വേണ്ടത്. ശരിക്കും നാടകം ആസ്വദിക്കണമെങ്കിൽ കാണണം. എന്നാ റേഡിയോയിൽ എന്താ നാടകം? റേഡിയോ കാണോ? കാണണ്ട, കേട്ടുകൊണ്ട് ആസ്വദിക്കാൻ കഴിയും. അത് കാണുന്നതിന് തുല്യ. വർണ്ണന ശരിക്കാണെങ്കിൽ കണ്ടതിനൊക്കും കേട്ടാൽ. അതിനുവേണ്ടി ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ ഹദീസ് ഗ്രന്ഥങ്ങളിൽ പ്രത്യേകമായി തന്നെ ഷമാഇൽ വേറെ തന്നെ ഉൾക്കൊള്ളണം നമ്മൾ. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തിനാണ്? അപ്പോഴാണ് അവരുടെ സ്നേഹം വർദ്ധിച്ചു വരിക. ഈ സ്നേഹം ഉണ്ടാകുമ്പോൾ അവിടത്തോടുള്ള പിന്തുടർച്ച, അനുധാവനം അനിവാര്യമായി വരും. 2. മൂന്നാമത്തേത് അൽ ഇഹ്സാൻ. ഒന്ന് ജമാലിയത്ത്, മറ്റൊന്ന് കമാലിയത്ത്, മൂന്നാമത്തത് ഇഹ്സാൻ. ഇങ്ങോട്ടുണ്ടാവുന്ന ഗുണങ്ങൾ, ഔദാര്യങ്ങൾ നമുക്ക് എങ്ങനത്തോനായാലും നമ്മളൊരു നല്ലൊരു കുടുക്കിൽപ്പെട്ട് കുഴങ്ങിയ സമയത്ത് ഒരു റിയാൽ കൊടുത്ത് ഒരു മോസഹ വാങ്ങി കുടിക്കാൻ നമ്മളെ കയ്യിൽ കാശില്ല, തൊണ്ട വരണ്ട് ക്ഷീണിച്ചിരിക്കുക. ആ സമയത്ത് നമുക്കൊരു പരിചയമില്ലാത്ത ഏതോ ഒരു മനുഷ്യൻ നമ്മൾ ഈ അവസ്ഥ കണ്ടറിഞ്ഞ്, നമ്മൾ ആവശ്യപ്പെടാതെ തന്നെ കണ്ടറിഞ്ഞ് അയാൾ നമ്മളെ വിളിച്ചിട്ട് നല്ലൊരു സംസ്കാരം തോന്നും. ഇനി മരിക്കുന്നത് വരെ അയാൾ ഏത് പ്രസ്ഥാനക്കാരനാട്ടെ, ഏത് ജാതിക്കാരനാട്ടെ, ഏത് നാട്ടുകാരനാട്ടെ, നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ ആ വ്യക്തിയോട് എന്തോ ഒരു കടപ്പാട്, ഒരു സ്നേഹവും നമ്മൾ അറിയാതെ ഉണ്ടാവും. കാണാനുള്ള സൗന്ദര്യമൊന്നും വേണ്ട, അയാളെ ഭാഷയൊന്നും നമുക്കറിയണ്ട, അയാൾ എവിടുത്തുകാരനാണെന്ന് പറഞ്ഞോളൂ, പേരെന്താണെന്നറിയണ്ട, ജാതി എന്താണെന്നറിയണ്ട. അയാളിൽ നിന്നിട്ട് കിട്ടിയ ആ ഒരു ചെറിയൊരു സഹായം അതൊരു വല്ലാത്ത സമയത്തായിപ്പോയി. ആ സമയത്ത് കിട്ടിയ ആ സഹായം മറക്കാൻ ഇനി കഴിയില്ല. അൽ ഇൻസാനു അബ്ദുൽ ഇഹ്സാൻ എന്നൊരു ആപ്തവാക്യം ഉണ്ടാക്കി. മനുഷ്യൻ അവന് ലഭിക്കുന്ന ഗുണത്തിന്റെ അടിമയാണ്. തനിക്ക് ഗുണം ചെയ്യുന്നവരോടുള്ള വിധേയത്വം മനുഷ്യന് പ്രകൃതിപരമാണ് എന്നർത്ഥം. എങ്കിൽ ഈ ലോകത്ത് അന്ത ഉമ്മും അമ്മബു മറഅയ്നാ ഫീഹിമാ മിസ്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബി. ഹരിതായ നബിയെ, അങ്ങ് ഞങ്ങളുടെ പിതാവാണോ? അല്ല, അവിടുന്ന് ഞങ്ങളെ പെറ്റുപോറ്റിയ മാതാവാണോ ഹബീബേ? അല്ല, ഒരിക്കലും ഒരു പിതാവിനോ ഒരു മാതാവിനോ ഒരിക്കലും അങ്ങ് ചെയ്യുന്നത് പോലെയുള്ള ഗുണം ചെയ്യാൻ കഴിയില്ല. അങ്ങ് ഞങ്ങൾക്ക് ചെയ്തു തരുന്നത് പോലെയുള്ള ഗുണങ്ങളും ഔദാര്യങ്ങളും സ്നേഹവാത്സല്യങ്ങളും ചെയ്തു തരുന്ന ഒരു മാതാവിനെയോ ഒരു പിതാവിനെയോ ഞങ്ങൾ കണ്ടിട്ടില്ല. ഒരു മനുഷ്യന് ഈ ലോകത്ത് ഏറ്റവും കടപ്പെട്ടിരിക്കുന്ന, ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുന്ന സ്വന്തം പെറ്റ ഉമ്മയും ബാപ്പയും ഉണ്ടെങ്കിൽ ആ ഉമ്മയും ബാപ്പയും കയ്യൊയ്യുന്ന സമയത്ത് കയ്യേൽക്കാൻ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് മാത്രമുള്ളത്.
يوم يفر المرء من أخيه وأمه وأبيه وصاحبته وبنيه لكل امرئ منهم يومئذ شأن يغنيه. സ്വന്തം സഹോദരനിൽ നിന്നിട്ട് ഒഴിഞ്ഞു മാറുന്നു. മാതാപിതാക്കൾ മക്കളെ കാണുമ്പോൾ ഒഴിഞ്ഞു മാറുകയല്ല, ഓടിപ്പോകുന്നു. ഒരാളും ഒരാളെ സംബന്ധിച്ച് ചിന്തിക്കുന്നില്ല. എന്തുകൊണ്ട്? ലിക്കുല്ലിം മിൻഹും യൗമഇദിൻ ശഅ്നുൻ യുഗ്നീഹ്. അവനവന്റെ കാര്യം തന്നെ അവനവനെമ്പാടുമുണ്ട്. മറ്റൊരാളെ ചിന്തിക്കാനുള്ള സമയമില്ല, സന്ദർഭമല്ലാതെ. ആ സമയത്ത് ഈ ലോകത്ത് ഒരൊറ്റ മഖ്ലൂഖില്ലാതെ അവനവന്റെ കാര്യം മാത്രം ചിന്തിക്കുകയും വിഷമിച്ച് ബുദ്ധിമുട്ടുന്ന, സങ്കടപ്പെടുന്ന, പ്രയാസപ്പെടുന്ന ഒരാളുടെ കാര്യത്തിൽ ചിന്തിക്കാനോ ആലോചിക്കാനോ കഴിയാതെ സ്വന്തം കാര്യത്തിൽ ബേജാറാകുന്ന സമയത്ത് റഹ്മാനായ റബ്ബിന്റെ തിരുമുമ്പിൽ സുജൂദിലായി വീണ് യാ റബ്ബി ഉമ്മത്തി, യാ റബ്ബി ഉമ്മത്തി എന്ന് കേണ് റബ്ബിനോട് മുന്നിൽ ഈ ലോകത്തിലുള്ള മുഅ്മിനുകളായ മുഴുവൻ ആളുകൾക്കും വേണ്ടി ചോദിച്ചു വാങ്ങുന്ന ഹബീബിനെ പോലെ ഈ ലോകത്ത് ഗുണം ചെയ്യുന്ന ഒരാള്. അതുകൊണ്ടാണ് അന്ത ഉമ്മും അബു മാ റഅയ്നാ ഫീഹിമാ മിസ്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബി. അപ്പൊ ഔദാര്യം കൊള്ള നോക്കുമ്പോഴും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സമാനരായി മറ്റാരുമില്ല. അതുപോലെ തന്നെ സൗന്ദര്യം കൊള്ള നോക്കുമ്പോഴും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സമാനരായി മറ്റാരുമില്ല. സമ്പൂർണത കൊള്ള നോക്കുമ്പോഴും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സമാനരായി മറ്റാരുമില്ല. ആ നിലക്ക് ഒരു മനുഷ്യനെ സ്നേഹിക്കാൻ, അതുകൊണ്ടൂടെ പിൻപറ്റാൻ, അനുസരിക്കാൻ കടമപ്പെട്ട വേറെ ഒരാളും തന്നെ ഇല്ല. അപ്പൊ അതുകൊണ്ട് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കമാലിയത്തും ജമാലിയത്തും ഇഹ്സാനും നമ്മൾ മനസ്സിലാക്കണം. അത് മനസ്സിലാക്കുമ്പോൾ ഹബീബിനോടുള്ള സ്നേഹം നമ്മുടെ മനസ്സിലുണ്ടാവും. ആ സ്നേഹത്തിലൂടെ വേണം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിൻപറ്റാൻ. لا يؤمن أحدكم حتى يكون هواه تبعا لما جئت به എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ അവിടെയാണ്. ലാ യുമിനു അഹദുക്കും, നിങ്ങൾ ഒരിക്കലും സമ്പൂർണ്ണ വിശ്വാസികളായിത്തീരില്ല. ഹത്താ യകൂന ഹവാഹു തബഅൻ ലിമാ ജിതു ബിഹി, അവന്റെ താല്പര്യം, പ്രകൃതിദത്തമായ അവന്റെ താല്പര്യം, ഞാൻ കൊണ്ടുവന്ന പ്രസ്ഥാനം അഥവാ സത്യദീനാവുന്ന എന്റെ സുന്നത്ത്, ആ സുന്നത്തിനെ പിന്തുടരണം. അവന്റെ വെറും പ്രകൃതിപരമായ താല്പര്യം അവിടെ എത്തുമ്പോഴേ യഥാർത്ഥത്തിൽ പൂർണ്ണ മോമിനായി തീരുകയുള്ളൂ. പ്രകൃതിപരമായ താല്പര്യം അവിടെ എത്തണം. അപ്പോഴേ സമ്പൂർണമായ സ്നേഹത്തിലൂടെയുള്ള അനുസരണമാവുള്ളൂ. അതുകൊണ്ടാണല്ലോ ബഹുമാനപ്പെട്ട അനസ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത്, ഒരിക്കൽ ഒരു തുന്നപ്പണിക്കാരൻ, ടൈലർ എന്ന് വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞോളി, അന്നൊക്കെ കൈകൊണ്ടുള്ള തുന്നല, ഈ തുന്നപ്പണിക്കാരനായിരിക്കും ഒരു സാധു സഹാബി ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു സൽക്കാരത്തിന് ക്ഷണിച്ചു. ഏത് പാവപ്പെട്ട ഒരു സൽക്കാരത്തിന് ക്ഷണിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വീകരിക്കുമായിരുന്നു. അങ്ങനെ സൽക്കാരത്തിന് പോയപ്പോൾ കൂട്ടത്തിൽ ഹാദിമായ അനസ് റളിയല്ലാഹു തആല അൻഹു തങ്ങളുമുണ്ട്. ചെന്ന് നോക്കുമ്പോൾ വിഭവസമൃദ്ധമായ സദ്യയൊന്നും ഇല്ലാതെ കൊടുക്കാൻ സാധുവിന് കഴിയില്ല. മറിച്ച് റൊട്ടിയും ചരങ്ങിയും മാംസവും കൂടി വെച്ച കറിയുണ്ട്. അങ്ങനെ ഈ റൊട്ടിയിൽ ഈ മാംസവും ചരങ്ങിയിൽ കൂട്ടിയിട്ട് വെച്ച കറി ഒഴിച്ച് ഇതാ കൊടുത്ത സദ്യ കഴിക്കുമ്പോൾ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്ലേറ്റിന്റെ അവിടങ്ങളിൽ നിന്നൊക്കെ ഈ ചരങ്ങയുടെ കഷ്ണം പ്രത്യേകം പെറുക്കിയെടുത്ത് തിന്നുന്നത് ആര് കാണുന്നു? കുട്ടിയായ ബഹുമാനപ്പെട്ട അനസ് റളിയല്ലാഹു തആല അൻഹു ഖാദിമാണ്, ചെറുപ്പക്കാരനുമാണ്. അനസ് റളിയല്ലാഹു അൻഹു അന്ന് വരെ എനിക്ക് ഇഷ്ടമില്ലാത്തൊരു പച്ചക്കറി വേറില്ല, ചെരങ്ങാന്ന് പറഞ്ഞത്. അങ്ങനെയാണല്ലോ അതിന് പേര്, അത് അങ്ങനെ ഒരു താളിപ്പിന്റെ സാധനമാണ്, നെൽപ്രക്കാര താളിപ്പിന്റെ. അങ്ങനെ ഈ ചെരങ്ങ എനിക്ക് അന്ന് വരെ തീരെ ഇഷ്ടമില്ലാത്തൊരു വസ്തുവാണ്. പക്ഷേ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്ലേറ്റിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ഈ ചെരങ്ങിന്റെ കഷ്ണം പ്രത്യേകം തെരഞ്ഞെടുത്ത് ഭക്ഷിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ മനസ്സിലാക്കി, ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് വളരെ ഇഷ്ടമുള്ള സാധനമാണത്. അത് ഞാൻ അങ്ങനെ കഴിച്ചു അവിടുന്ന് ഇവിടെ നിൽക്കൂല. അപ്പൊ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു പച്ചക്കറിയാണ് ഈ ചരങ്ങ എന്ന് മനസ്സിലാക്കിയ അന്ന് മുതൽ റളിയല്ലാഹു തആല എന്ന് പറയുന്നത്, ഈ ലോകത്ത് ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന വസ്തു ചരങ്ങയാണ്. അതാണ് പ്രകൃതി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാർഗത്തിന് പിന്തുടരുന്നതാണെന്ന് പറഞ്ഞു. ഹലാലായി ഏതും കണക്കാണല്ലോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഇപ്പൊ ഞാൻ ചിലവരുണ്ട് എപ്പോഴും വിഷയം അറിയില്ല, ചില ആൾക്കാരുണ്ട് ഉസ്താദെ ഒന്ന് ഒരു പാർട്ടി ഒന്ന് നടക്കണം, വല്യാപ്പ മരിച്ച ദിവസമാണ് പറഞ്ഞു. നല്ല കാര്യമാണ്. പോയി നോക്കുമ്പോ അന്ന് എന്താണെന്ന് വെച്ചാൽ അവിടെ
പൂള വെച്ചതും മത്തിക്കറിയാണ്. ഇയാൾക്കാണെങ്കിൽ ഭയങ്കര ഗ്യാസബിളിന്റെ താറാവുള്ള പൂള തൊട്ട പ്രശ്നവും. വല്യാപ്പാക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം ഉസ്താദെ ഒന്ന് കഴിക്കാണ്ട് വല്യാപ്പാക്ക് വേണ്ടി എന്തായിരിക്കും, പക്ഷെ പൂള കഴിച്ചിക്കാണ്ട് എനിക്ക് ഈ ഗ്യാസബിളുണ്ടാക്കി വല്യാപ്പാണ്ടാക്കാൻ. അപ്പൊ മൂപ്പർക്ക് ഇഷ്ടപ്പെട്ടതാണെന്ന് നമ്മളെ കഴിക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ കൊളസ്ട്രോളിന്റെ ഭയങ്കര പ്രശ്നമുള്ള ആളുകളുണ്ടാവും. ചിലർക്ക് ഗ്യാസബിളിന്റെ പ്രശ്നമുള്ള, മറ്റേയൊക്കെ വളരെ ഇഷ്ടപ്പെട്ടതിന് പറഞ്ഞാൽ നമ്മളെ തിന്നണമെന്ന് പറഞ്ഞാൽ സംഗതി പ്രശ്നമുണ്ട്. ഇത് പ്രകൃതിയാണ്. ഒരാൾക്ക് ഇഷ്ടപ്പെട്ട പ്രകൃതി മറ്റേക്ക് ഇഷ്ടപ്പെട്ടോളൊന്നുമില്ല, ഹലാലായത്. അതേസമയത്ത് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇഷ്ടപ്പെട്ട ഒരു വസ്തുവാണെങ്കിൽ പ്രകൃതിയാ അതിനെ ഇഷ്ടപ്പെടും. ഇതാണ് ശരിക്കുള്ള ഇബാദത്ത്. അങ്ങനെ വരുമ്പോ അപ്പോഴാണ് എന്ത് വരിക, ഇബാദത്തുകളൊക്കെ ആനന്ദമായി അനുഭവപ്പെടുക, അനുഭൂതിയായി അനുഭവപ്പെടുക. മറ്റേത് നമ്മൾ ബാധ്യത കഴിക്കണം. ശരിക്കും അള്ളാഹുതആല പറഞ്ഞുകൊണ്ട് ചെയ്യാതിരുന്നാൽ നിർത്തില്ല, അത് നമ്മൾ ബാധ്യതയാണ്. അതേ സമയത്ത് അതൊരു ആസ്വാദനമായി തീരണമെങ്കിൽ എന്തു വേണം? ഈ പറയുന്ന അനുധാവനം വേണം. അങ്ങനെ വരണമെങ്കിൽ എന്ത് വേണം? അവിടത്തോടുള്ള മഹബത്ത് ഉണ്ടാകണം. മഹബത്ത് ഉണ്ടാകണമെങ്കിൽ 3 മാർഗങ്ങൾ പഠിക്കുക. സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ കമാലിയത്തും അവിടുത്തെ ജമാലിയത്തും അവിടുത്തെ ഇഹ്സാനും മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇതാണ് ഇതിന്റെ ഒരു വഴി. എന്നാൽ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വന്തം എങ്ങനെ മനസ്സിലാക്കിയാൽ മതിയോ? അതുപോരാ. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ വിശുദ്ധ ഖുർആൻ ശരീഫിലൂടെ ഹബീബിനെ ഉൾക്കൊള്ളാൻ വേറെ 2 വഴികളും കൂടി നമ്മുടെ മുന്നിൽ വെച്ചിട്ടുണ്ട്. ഒന്ന് അവിടത്തെ ഉസൂൽ അഥവാ ഉപ്പാപ്പമാരും ഉമ്മാമ്മമാരും ഉൾക്കൊള്ളുന്ന ഉമ്മവാപ്പമാരുടെ പാരമ്പര്യം, അത് വിശുദ്ധമാണ് എന്നും സമ്പൂർണരുടെ ശൃംഖലയാണ് എന്നും മാതൃകായോഗ്യരും മഹത്തുക്കളുമാണ് എന്നും മനസ്സിലാക്കിയേ പറ്റൂ. അങ്ങനെ ഖുർആൻ തന്നെ പഠിപ്പിക്കുന്നത്. അല്ലാഹു അഅലമു ഹൈസു യജ്അലു റിസാലതഹു. ഷവാഅത്തിന്റെ തഫ്സീറിലേക്ക് ഞാൻ വരും, അവിടെ അതുപോലെ തന്നെ അല്ലദീ യറാക ഹീന തഖൂം വതഖല്ലുബക ഫിസ്സാജിദീൻ. ഈ 2 ആയത്തിനും മഹാന്മാരായ പണ്ഡിതന്മാർ വ്യാഖ്യാനിച്ചതും ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചതുമായ തഫ്സീറിലേക്ക് വരും. അപ്പൊ കാണാം നമുക്ക് അസ്ൽ ആ പിതാക്കന്മാരുടെയും മാതാക്കന്മാരുടെയും പാരമ്പര്യം അത് മനസ്സിലാക്കുകയും അവർ മാതൃകായോഗ്യരും സമ്പൂർണരും പിൻപറ്റാൻ പറ്റുന്ന മാതൃകായോഗ്യരുമൊക്കെ ആയിരുന്നു എന്നും ആ പാരമ്പര്യത്തിലൂടെ കടന്നു വന്ന 10 ഗുണം 10 ഗുണം എന്നത് വെറും പൊയ്വാക്കല്ല, അടിസ്ഥാനപരമാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ഏറ്റവും അത്യുത്തമനും സമ്പൂർണനും ആണെങ്കിൽ ആ സമ്പൂർണനും അത്യുത്തനുമായ ഹബീബ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കടന്നു വന്ന വഴിയും തുല്യതയില്ലാത്ത സമ്പൂർണതയുടെ വഴിയായിരിക്കണം. അതിൽ കുറഞ്ഞ ഒന്നുകൊണ്ടും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അംഗീകരിച്ചിട്ടില്ല. ഒരിക്കൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു വിവരം മദീനയിൽ ഇരിക്കുമ്പോ അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിനെയും മറ്റും കേൾക്കെ ചില ഖുറൈശികളും അല്ലാത്തവരുമായ സഹാബികൾ ബഹുമാനപ്പെട്ട അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു ഉൾപ്പെടെയുള്ള അഹ്ലു ബൈത്തിനെ അല്പം ഇകഴ്ത്തിക്കൊണ്ട് എന്നാൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആദരിച്ചുകൊണ്ടും സംസാരിക്കുന്നു. അതൊരു എണ്ണപ്പെട്ട അങ്ങനെയുള്ള ഒരു പറയപ്പെട്ട പാരമ്പര്യമൊന്നും അല്ല എന്നുള്ളിടത്തോളം ചില സൂചനകൾ നൽകുന്ന, വ്യക്തമായിട്ടല്ല ചില സൂചനകൾ നൽകുന്നതും. എന്നാൽ എടുത്തു പറയേണ്ട വ്യക്തിത്വത്തിന്റെ ഉടമയാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നും പറയുന്നു. കൃഷിയൊന്നും ഇല്ലാത്ത മരുപ്രദേശമാവുന്ന സ്ഥലത്ത് ചില ഒറ്റപ്പെട്ട ഈത്തപ്പനകളുണ്ട് എന്നതുപോലെ അത്രയൊരു എണ്ണപ്പെട്ട കുടുംബത്തിലും പാരമ്പര്യത്തിലും ഒന്നും അല്ലെങ്കിലും ഒരു തികഞ്ഞ സമ്പൂർണ്ണ വ്യക്തിത്വമാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നുള്ള ഇടത്തോളമുള്ള സൂചിപ്പിക്കുന്ന സംസാരം. ഈ വിവരം അബ്ബാസ് റളിയല്ലാഹു തആല തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉണർത്തുന്നു. ഇത് ഉണർത്തിയപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് വളരെ ഗൗരവമായി തന്നെ കാണുകയും ഉടനെ ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിനെ വിളിച്ച് ജനങ്ങളെ നിസ്കാരത്തിലേക്ക് ക്ഷണിക്കാൻ പറ്റും. എന്തെങ്കിലും അടിയന്തരമായ ഒരു ആവശ്യമുണ്ടായെങ്കിൽ ആളെ വിളിച്ചു കൂട്ടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു കോഡ് വാക്കായിരുന്നു അസ്സലാത്തു ജാമിഅ.
സാധാരണ 5 വക്ത് ഫർദ് നിസ്കാരത്തിന്റെ സമയമല്ലെങ്കിൽ പ്രത്യേകമായി ആളുകളെ വിളിച്ചു കൂട്ടണമെങ്കിൽ അസ്സലാത്ത ജാമിഅ എന്ന് പ്രത്യേകം വിളിച്ചു പറയും. എങ്കിൽ ആളുകളെല്ലാം കൂടും. ഈ കൂടിയ സമയത്ത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മിമ്പറിൽ കയറി വളരെ ഗൗരവത്തിൽ തന്നെ അയ്യുഹന്നാസ് മൻ അന, ഈ ജനങ്ങളെ ഞാൻ ആരാണെന്നാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്? അവരേക സ്വരത്തിൽ പറഞ്ഞു അൻത റസൂലുള്ളാഹ്, അങ്ങ് അല്ലാഹുവിന്റെ തിരുദൂതരാണ്. അത് വിശ്വസ്ത മുഅ്മിനുകളാണല്ലോ ഞങ്ങൾ. അതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ അല്ലാഹുവിന്റെ റസൂലാണെന്ന് വിശ്വസിക്കാത്ത മുഅ്മിനല്ലല്ലോ. അതല്ല ചോദിക്കുന്നത്. ഞാൻ ആരാണ്? അവരെല്ലാവരും നിശബ്ദരായി. ഉടനെ മഹാനായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അന മുഹമ്മദ് ഇബ്നു അബ്ദുല്ലാഹി ഇബ്നു അബ്ദുൽ മുത്തലിബ് ഇബ്നു ഹാഷിം എന്ന് പരിചയപ്പെടുത്തിയതിന് ശേഷം പറയുന്നു, അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരെ മറ്റ് സൃഷ്ടികളിൽ നിന്നിട്ടും ഇസ്തിഫാ ചെയ്ത് തിരഞ്ഞെടുത്തു. വലഖദ് കറംനാ ബനി ആദമ എന്നതിലൂടെ മനുഷ്യവർഗത്തിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം ഉൾക്കൊള്ളുന്ന ആ പാരമ്പര്യത്തെ തെരഞ്ഞെടുത്തു. ഖലീൽ ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ പാരമ്പര്യത്തിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല അറബികളെ പ്രത്യേകമായി തെരഞ്ഞെടുത്തു. അറബികളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുറൈശികളെ പ്രത്യേകമായും അല്ലാഹു തആല ഇസ്തിഫാ ചെയ്തു തെരഞ്ഞെടുത്തു. ഖുറൈശി ഗോത്രങ്ങളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല ബനു ഹാഷിമിനെ പ്രത്യേകമായി തെരഞ്ഞെടുത്തു. ബനു ഹാഷിമിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെ പ്രത്യേകം തെരഞ്ഞെടുത്തവളാണ്. ഫഅന ഖിയാറും മിൻ ഖിയാരിൻ മിൻ ഖിയാർ. പ്രത്യേകം തിരഞ്ഞെടുത്ത ഉത്തമന്മാരിലൂടെ വന്ന് ഉത്തന്മാരിലൂടെ പോന്ന് ഉത്തമനായി ജനിച്ച ഉത്തമനാണ് ഞാൻ എന്ന് പറയുക മാത്രമല്ല, മഫ്തറഖ ഇസ്നാനി, ആദം നബി അലൈഹിസ്സലാം തൊട്ട് ഞാൻ ജനിക്കുന്നത് വരെ മനുഷ്യവർഗം രണ്ടായി എവിടെയൊക്കെ പിളർന്നു, ഇല്ലാ കുന്തു ഫീ ഖൈരിഹിമാ, ആ 2 പിളർപ്പിൽ ഏറ്റവും ഹൈറായതിലാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇവിടെ ആദം നബി അലൈഹിസ്സലാം തൊട്ട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെ ഭാഷാപരമായും ദേശം കൊണ്ടും കുടുംബ പാരമ്പര്യം കൊണ്ടും ഒക്കെ പല വ്യത്യാസങ്ങളും വന്നിട്ടുണ്ട്. അതിലൊക്കെ വന്നാലും ഹൈറ് എന്ന പ്രയോഗം അതിനുണ്ടായിക്കൊള്ളുന്നില്ല. ഇസ്തിഫാ എന്ന് വേണമെങ്കിൽ പറയാം. അതേ സമയത്ത് ഹക്കും ബാത്തിലും ഹൈറും ഷെറും തമ്മിൽ തിരിയുമ്പോഴാണ് ഹൈറ് എന്ന പ്രയോഗത്തിന് അർത്ഥമുള്ളൂ. എങ്കിൽ മനുഷ്യവർഗം എപ്പോഴൊക്കെ ഹൈറും ഷെറുമായി വേർതിരിഞ്ഞോ അവിടെയൊക്കെ ഹൈറിന്റെ കൂടെയാണ് എന്റെ സഞ്ചാരമുണ്ടായിരിക്കുന്നത് എന്ന് പറയുമ്പോൾ, ലോകത്ത് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ ശരീഫിലൂടെ തന്നെ വളരെ വ്യക്തമായി ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം ദുആ ചെയ്ത ഒരു ദുആ ഉണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, وإذ قال إبراهيم لأبيه وقومه إنني براء مما تعبدون إلا الذي فطرني فإنه سيهدين وجعلها كلمة باقية في عقبه لعلهم يرجعون. ഖലീൽ ഇബ്രാഹിം അലൈഹിസ്സലാം തന്റെ ജനതയോടും തന്റെ പിതൃവ്യനോടും പറയുന്നു, ഇന്നനീ ബറാഉ മിമ്മാ തഅബുദൂൻ ഇല്ലല്ലദീ ഫതറനി, എന്നെ സൃഷ്ടിച്ച് പരിപാലിച്ച് പോറ്റുന്ന ഏകനായിരിക്കുന്ന റബ്ബല്ലാതെ നിങ്ങൾ ആരാധിച്ച് നിങ്ങൾ ആദരിച്ചു വരുന്ന ഈ ബഹുദൈവങ്ങളിൽ നിന്നൊക്കെ ഞാൻ മുക്തനാണ്. അതുമായി കൊണ്ടുള്ള യാതൊരു ബന്ധവും എനിക്കില്ല. സൃഷ്ടിച്ചു പോറ്റുന്ന പരിപാലകനായിരിക്കുന്ന റബ്ബുൽ ഇസ്സത്ത് മാത്രം, അവനെ മാത്രമാണ് ഞാൻ ഇലാഹായി ആരാധിക്കുന്നത്. ഫഇന്നഹു സയഹ്ദീൻ, ആ ഒരുവനായ സൃഷ്ടാവാവുന്ന റബ്ബുൽ ഇസ്സത്ത് അവന്റെ മാർഗത്തിലേക്ക് അവൻ എന്നെ ഹിദായത്താക്കും എന്ന എല്ലാ ശിർക്കിൽ നിന്നും കുഫറിൽ നിന്നുമുള്ള മുക്തിയുടെ പ്രഖ്യാപനം ഖലീൽ ഇബ്രാഹിം അലൈഹിസ്സലാം നടത്തുകയും അതോടുകൂടി സൃഷ്ടിച്ച് പരിപാലിക്കുന്ന റബ്ബാവുന്ന തമ്പുരാന്റെ തൗഹീദ് അംഗീകരിച്ചുകൊണ്ട് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. എന്നിട്ട് അല്ലാഹു തആല പറയാൻ,
വജഅലഹാ കലിമത്തൻ ബാഖിയത്തൻ ഫീ അഖ്ബിഹി. ഈ തൗഹീദിന്റെ കലിമത്ത് ഖലീൽ ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ പാരമ്പര്യത്തിൽ ഒരിക്കലും മുറിയാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിലനിർത്തി. ഖുർആനാണ്. ഖലീൽ ഇബ്രാഹിം അലൈഹിസ്സലാം അപ്പറഞ്ഞ പ്രഖ്യാപനം തൗഹീദിന്റെ പ്രഖ്യാപനമാണ്. കലിമത്തു തൗഹീദ്. അല്ലാഹു ഒരുവനാകുന്ന റബ്ബിനെ മാത്രമേ ഇബാദത്ത് ചെയ്യൂ, അല്ലാത്ത എല്ലാവിധ ദൈവങ്ങളിൽ നിന്നിട്ടും ഞാൻ പൂർണ്ണമായും ഒഴിവാണ് എന്ന് പറയുന്ന വ്യക്തമായ ഈ തൗഹീദിന്റെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദിന്റെ പ്രഖ്യാപനം ഖലീൽ ഇബ്രാഹിം അലൈഹിസ്സലാം നടത്തി പോവുകയല്ല. വജഅലഹാ കലിമത്തൻ ബാഖിയത്തൻ ഫീ അഖ്ബിഹി. ഖലീൽ ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ സന്താന പരമ്പരയിൽ ഒരിക്കലും മുറിയാതെ സ്ഥിരമായി നിലനിർത്തിയിരിക്കുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല. മഹാനായ ഇമാം അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു തങ്ങൾ പറഞ്ഞതായി കാണാം, നൂഹ് നബി അലൈഹിസ്സലാം ഈ ലോകത്ത് തൗഹീദ് പ്രചരിപ്പിച്ച അന്നു മുതൽ ഇന്നോളവും ഇനി ലോകം അവസാനിക്കുന്ന തീയതി വരെ ഈ ഭൂമി ലോകത്ത് അല്ലാഹുവിന്റെ തൗഹീദിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന മുഅ്മിനുകളായ 7 ആളുകളെങ്കിലും ചുരുങ്ങിയത് ലോകത്ത് ജീവിച്ചിരിക്കും. അവരെ കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തിന്റെ നാശം തേക്കാക്കുന്നത്. അവരിലൂടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തിന്റെ സംരക്ഷണവും നിലനിർത്തുന്നത്. അതില്ലാതെ വരുന്ന സമയത്ത് ഈ ലോകം നശിച്ചു പോകും. എങ്കിൽ ഈ തൗഹീദിന്റെ കലിമത്ത് ഖലീൽ ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ കാലം തൊട്ട് അദ്ദേഹത്തിന്റെ അഖീദിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിലനിർത്തി എന്ന് ഖുർആൻ വ്യക്തമായി പറയുന്നുണ്ടെങ്കിൽ ദീർഘകാലം അംർ ഇബ്നു ലുഹൈ അൽ ജുർഹുമി എന്ന് പറയുന്ന മനുഷ്യൻ മക്കയുടെ ഭരണാധികാരം ഏറ്റെടുക്കുന്നത് വരെ ഇസ്മായിൽ അലൈഹിസ്സലാമിന്റെ സന്തതി പരമ്പരകളിൽ ഒരാളെങ്കിലും ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ തൗഹീദ് വിട്ടവരായി ഇല്ല തന്നെ. ഹിജാസിലെ അറബികളാവുന്ന മുഴുവൻ അറബികളുടെയും പാരമ്പര്യം ഖലീൽ ഇബ്രാഹിം അലൈഹിസ്സലാമിലും ഇസ്മായിൽ അലൈഹിസ്സലാമിലും ചെന്ന് മുട്ടും. ആ പാരമ്പര്യത്തിൽ അംർ ഇബ്നു ലുഹൈ എന്ന് പറയുന്ന ജുർഹും ഗോത്രക്കാരനായിരുന്ന ഒരു ഭരണാധികാരി ഉണ്ടായിരുന്നു. അയാള് ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിന്റെ പാരമ്പര്യക്കാരനല്ല, ജുർഹുമിയാണ്. അയാളോരാട്ടെ, അയാള് മക്കയുടെ ഭരണാധികാരിയായിരുന്നു. ആ മനുഷ്യനാണ് ഇസ്മായിൽ അലി ഇസ്ലാമിന്റെ സന്തതി പരമ്പരയാകുന്ന അറബികളിൽ ആദ്യമായി ശിർക്കിന്റെ വിത്തുവാകുന്നത്. അതുവരെയുള്ള മുഴുവൻ ഉപ്പാപ്പമാരും മൂമിനുകളാണെന്നുള്ള കാര്യത്തിൽ രണ്ടഭിപ്രായം മൂമിനുകൾ ആർക്കുമില്ല. ഇനി അവിടെ നിന്ന് കിട്ടുള്ളതായി ചിന്തിക്കേണ്ടതുള്ളൂ. മഹാനായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മനുഷ്യകുലം രണ്ടായി പിരിയുന്ന ഏത് ഘട്ടത്തിലും എന്റെ പിതൃപരമ്പരാതിൽ ഖൈറായവരാരോ അവരിലൂടെയാണ് പോകുന്നത്. അംർ ഇബ്നു ലുഹൈ മക്കയിലും പരിസരങ്ങളിലും ശിർക്ക് പ്രചരിപ്പിച്ചപ്പോൾ ഒരു ഭാഗം മുശ്രിക്കുകളായി പോയി, ഒരു ഭാഗം ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ മില്ലത്തിൽ ഉറച്ചു നിന്നു. ഇങ്ങനെ വരുമ്പോൾ ഒന്ന് ഖൈറും ഒന്ന് ഷർറുമായി. അതുവരെ അതില്ല, എല്ലാം ഖൈർ തന്നെയാണ്. അവിടെ മുതലാണ് ഖൈർ ഷർറ് എന്ന് പറയുന്നത് രണ്ടായി തിരിയുന്നത്. അങ്ങനെ വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഇങ്ങനെ രണ്ടായി തിരിയുന്നിടത്തൊക്കെ എന്റെ പിതൃ പാരമ്പര്യം ഖൈറിന്റെ മാർഗത്തിലുണ്ടായിരുന്നു. തൗഹീദും ശിർക്കും വരുന്നിടത്ത് ഖൈർ ഏതാന്നുള്ള ആരോടും ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? തൗഹീദിലാണോ ചെന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതകാലത്ത് തന്നെ മക്കയിൽ ഖുറൈശികളാകുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപ്പാപ്പന്മാര് അല്ലാത്ത മുഅ്മിനുകളായ മുവഹിദുകൾ ഉണ്ടായിരുന്നു എന്ന് ചരിത്രം സാക്ഷിയാണ്. സെയ്ദ് ഇബ്നു അംർ ഇബ്നു നുഫൈൽ റളിയല്ലാഹു അൻഹു പറയാ, പേടിച്ചാലൊന്നുമില്ല. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പ് തന്നെ തൗഹീദിൽ അടിയുറച്ച് ജീവിച്ചിരുന്ന അറബിയായ ഖുറൈശിയ. നബി തങ്ങളുടെ ഉപ്പാപ്പന്മാരിൽപ്പെട്ട ആളല്ല. അക്കാലത്ത് ജീവിച്ചിരുന്ന മനുഷ്യനാണ് ബഹുമാനപ്പെട്ട അബ്ദുൽ മുത്തലിബ്. ആ
ആ അബ്ദുൽ മുത്തലിബിന്റെയും ബാപ്പ അബ്ദുള്ളയുടെയും കാലത്ത് ജീവിച്ചിരുന്ന മനുഷ്യരാണ് ഈ പറഞ്ഞത്. അതോടുകൂടി തന്നെ ഖുറൈശി അല്ലാത്ത അറബിയായിരുന്നു സായിദ. റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങളുടെ ചെറുപ്പത്തിൽ നബി തങ്ങൾ തന്നെ പറയുന്നു, അദ്ദേഹത്തിന്റെ തൗഹീദ് പ്രഭാഷണം ഉക്കാദ് ചന്തയിലും മറ്റും നടക്കുന്നതിന് റസൂലുള്ളാഹി അലൈഹി വസല്ലം നമ്മൾ കേട്ടിട്ടുണ്ട്. സായിദത്തിന്റെ പ്രസംഗം പുസ്തകങ്ങൾക്ക് നുബൂവത്ത് കിട്ടുന്നതിന് മുമ്പ് മരണപ്പെട്ടു പോയാളാണ്. തൗഹീദിന് വേണ്ടിയിട്ട് ജനങ്ങളോട് ഉപദേശിച്ചിരുന്ന മനുഷ്യനാണ്. അപ്പോൾ മഹാഭൂരിപക്ഷം ഇസ്ലാമിൽ നിന്നും തൗഹീദിൽ നിന്നും അകന്നു പോയപ്പോഴും ഖലീൽ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ മില്ലത്ത് മുറുകെ പിടിച്ച ആ തൗഹീദ് കൈവെടിയാത്ത ചെറിയൊരു ന്യൂനപക്ഷം ഉണ്ടായിരുന്നു. എങ്കിൽ എന്റെ പാരമ്പര്യം ഓരോ കാലത്തും ഖൈറും ഷർറുമായി പിരിയുന്ന മനുഷ്യന്റെ രണ്ട് കൈവഴികളിൽ ഖൈറിലായിരിക്കും എന്ന് പറയുമ്പോൾ തീർച്ചയായും ഖുസ്ബിന് സായിദത്തും അതുപോലെ തന്നെ സെയ്ദ് ബിൻ അംർ ബിൻ നുഫൈലും ഉൾപ്പെടെയുള്ള ആളുകൾ മുഅ്മിനുകളാണെങ്കിൽ തൗഹീദിൽ ഉറച്ചു നിൽക്കുന്നവരാണെങ്കിൽ തീർച്ചയായും അബ്ദുല്ലാഹ് എന്നവരും അബ്ദുൽ മുത്തലിബ് എന്നവരും തൗഹീദിൽ ഉറച്ചു നിൽക്കണം. അല്ലെങ്കിൽ നബി തങ്ങൾ ആ ഖൈറായ പരമ്പരയിലൂടെയാണ് ഞാൻ വന്നതെന്ന് പറഞ്ഞ് തെറ്റാവണം. ഞാൻ വന്ന പാരമ്പര്യം ഖൈറിലാണ് എന്ന് പറഞ്ഞ് തെറ്റാവണം. അത് സഹീഹായ ഹദീസിൽ സ്ഥിരപ്പെട്ടതാണെങ്കിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപ്പമാരും അക്കൂട്ടത്തിൽ തൗഹീദ് ഉൾക്കൊണ്ടവരാണ്. എന്തിനാണ് ഇത്രയ്ക്ക് വിഷമിക്കേണ്ട ആവശ്യം? അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഇത്ര പ്രയാസമുള്ള കാര്യമാണ് തൗഹീദ് അനർത്ഥം എന്ന് പറഞ്ഞത്. അതേസമയത്ത് ബാക്കി നിയമങ്ങളൊന്നും അവർക്ക് അറിഞ്ഞോളന്നില്ല. കാരണം എന്തുകൊണ്ട്? ഫത്രത്തിന്റെ അഹ്ലുകാരാ, അമ്പിയാക്കന്മാരില്ല, അള്ളാഹുവിന്റെ മുർസലീങ്ങളോ കിതാബുകളോ ഇല്ല. അങ്ങനെ നബിമാരുടെ നുബുവത്തുമായി സംബന്ധിച്ച ഒരു വിവരങ്ങളും അവർക്ക് വന്നിട്ടില്ല. മഹാനായ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന് ശേഷം അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളല്ലാതെ ബനു ഇസ്മായിൽ എന്ന് പറയുന്ന അറബി വംശജർക്ക് ഒരൊറ്റ നബിയും റസൂലും അല്ലാഹു തആല അയച്ചിട്ടില്ല. ഇത് ചരിത്രത്തിൽ തർക്കമറ്റ വിഷയമാണ്. ഇസ്മായിൽ നബി അലൈഹി സ്വലാമിന് ശേഷം അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളല്ലാതെ മറ്റൊരു നബി അതിന്റെ ഇടയിൽ വന്നിട്ടേയില്ല. ഏകദേശം 3000-ഓളം വർഷമുണ്ട് അതിന്റെ ഇടയിൽ. ഏകദേശം 3000-ഓളം വർഷക്കാലം ഒരൊറ്റ നബിയോ റസൂലോ വരാതെ ഒരു ജനത ജീവിച്ചു. അവര് പത്രത്തിന്റെ അയലുകാരല്ലെങ്കിൽ ഇനി ലോകത്താരാ പത്രത്തിന്റെ അയലുകാര്? പത്രത്ത് എന്ന് പറഞ്ഞാൽ അമ്പിയാക്കന്മാരിലും അവരുടെ അറിവും ആയിട്ടുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ട ഇടവേളക്കാരെന്ന് ആ പത്രത്തിന് പറയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ന് പറയുന്ന ഒരൊറ്റൊരു മനുഷ്യന്റേത് മാത്രമേ ലോകത്ത് മശ്രിഖ് മഗ്രിബിലുള്ള എല്ലാ മനുഷ്യർക്കും ജിന്നുകൾക്കും ഒന്നിച്ച് റസൂലാവുകയും ആ റസൂലായി വന്നത് ആദം നബി അലൈഹിസ്സലാം തൊട്ട് ഖിയാമത്ത് നാൾ വരെ വരുന്ന മുഴുവൻ മനുഷ്യവർഗത്തിനും ബാധകമായതും ഈ ഒരൊറ്റ റസൂലുള്ളൂ. വേറെ ആരും അങ്ങനെയില്ല. ആദം നബി അലൈഹിസ്സലാം തൊട്ട് ഖിയാമത്ത് നാൾ വരെയുള്ള മുഴുവൻ മനുഷ്യവർഗത്തിലേക്കും റസൂലാണ് മുഹമ്മദുർ റസൂലുള്ളാഹി യാ അയ്യുഹന്നാസ് ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും ജമീഅ. ഇല്ലേ പറഞ്ഞില്ലേ? ഖുർആനല്ലേ പറഞ്ഞ് ഈ മനുഷ്യവർഗമേ നിങ്ങൾ മുഴുവനിലേക്കും റസൂലാണ് ഞാൻ. ഇന്നാ അർസൽനാക കാഫത്തൻ ലിന്നാസി ബശീറൻ വനദീറ. ഇന്നാ അർസൽനാക കാഫത്തൻ ലിന്നാസി ബശീറൻ വനദീറ. മനുഷ്യനെന്ന് പറയുന്ന മുഴുവർഗത്തിനും സന്തോഷ വാർത്ത അറിയിക്കുന്നവരും താക്കീത് ചെയ്യുന്നവരുമായി അങ്ങേ ഞാൻ നീ. ഇങ്ങനെ വേറെ റസൂലിനെ അല്ലാഹു അയച്ചിട്ടില്ല. ഇമാം സുബ്കി റളിയല്ലാഹു തആല എന്ന് പറയുന്ന ഈ കാഫത്ത് എന്ന് പറയുന്നത് ആദം നബി അലൈഹി സ്വലാം തൊട്ട് ഖിയാമത്ത് നാൾ വരെ കഴിഞ്ഞു പോയതും വരാനിരിക്കുന്ന മുഴുവൻ ആളുകളാണ് കാഫത്തിലില്ലാസ് എന്ന് പറഞ്ഞാൽ. മുഴുവൻ മനുഷ്യർക്കാണ് അതിന്റെ അർത്ഥം കാഫത്തിലില്ലാസ്. ഇങ്ങനെ ഒരു റസൂലും മുമ്പ് ഉണ്ടായിട്ടില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തൊട്ടു മുമ്പ് വന്ന റസൂൽ ആരാണ്? മഹാനായ റൂഹുല്ലാഹി നബി ഈസാ അലൈഹിസ്സലാം. റൂഹുല്ലാഹി ഈസാ അലൈഹിസ്സലാം ബനി ഇസ്രായേലിലേക്ക് മാത്രം അയക്കപ്പെട്ട റസൂലാണെന്ന് ഈ കൃത്രിമങ്ങളും കൈകടത്തുകളും കയ്യേറ്റങ്ങളും ഒക്കെ നടന്നിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ ബൈബിൾ പച്ചയെ നമ്മളൊക്കെ പറയുന്നു. ഇന്നും തിരുത്തലൊക്കെ നടത്തിയിട്ടും ഇപ്പോഴും ആ ബൈബിളും നമ്മളോട് സംസാരിക്കുന്നത് എന്താണ്? ഇസ്രായേലിലെ ഒറ്റപ്പെട്ടുപോയ കുഞ്ഞാടുകളെ അന്വേഷിച്ചുകൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എന്നാ പറഞ്ഞത്.
ഇസ്രായേലികളിൽ ഒറ്റപ്പെട്ട കുഞ്ഞാടുകളെ അന്വേഷിച്ചുകൊണ്ടാണ് ഞാൻ വന്നത്. ഒരിക്കൽ ഇസ്രായേലിയല്ലാത്ത ഒരാൾ തീരെ അവശനായി, അങ്ങേയറ്റം രോഗിയായി, ക്ഷീണിതനായി, പരവശനായി ബഹുമാനപ്പെട്ട റൂഹുല്ലാഹി ഈസാ അലൈഹി സ്വലാമിന്റെ തിരുസന്നിധിയിൽ വന്ന് യാചിച്ച് കെഞ്ചുകയുണ്ടായി. എന്തിനും അവിടുത്തെ കൈകൊണ്ടൊന്ന് തടയാൽ മാറും, എന്ത് രോഗം മാറും, ഒന്ന് പ്രാർത്ഥിക്കാൻ എനിക്ക് ഒന്ന് തടയാൻ വേണ്ടി. സ്വന്തം മക്കൾക്ക് നൽകാനുള്ള അപ്പം അന്യന് നൽകുന്നവൻ നീതിമാനല്ല എന്നാണ് അതിന് പ്രതീക്ഷിച്ചത്. പ്രാർത്ഥിച്ചു കൊടുത്തില്ല. അതിനിപ്പോ ഒരു 5 സെന്റ് മുടക്കില്ലല്ലോ അവർക്ക്. കൽപ്പനയില്ലാത്ത ചെയ്യൂല അവര്. ഇസ്രായേലിലേക്ക് മാത്രം അയക്കപ്പെട്ട റസൂല. എന്നാൽ ആ റസൂല് കഴിഞ്ഞു പോയിട്ട് കൊല്ലം 571 നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിക്കുന്നത്. അല്ലേ? 500 ഏകദേശം 6 നൂറ്റാണ്ടിന്റെ ശേഷം. ഇസ്മായിൽ നബി അലൈഹി സ്വലാം അറബികൾക്ക് വന്ന അവസാനത്തെ നബി 3000ഓളം കൊല്ലമായിട്ട് നബി തങ്ങൾ വരുന്നുണ്ട്. അതേ സമയത്ത് ഈ ഇസ്രായേലിയായ അവസാനത്തെ നബി വന്നിട്ട് 500 കൊല്ലമേ ആയിട്ടുള്ളൂ. എന്നിട്ട് ആ 500 കൊല്ലമായ ഇസ്രായേലികളെയും അവർക്ക് നൽകപ്പെട്ട കിതാബാവുന്ന ഇഞ്ചീലും മുന്നിൽ വെച്ചുകൊണ്ട് അള്ളാഹു വിളിച്ചു പറയുന്നത് എന്താണെന്നറിയോ? യാ അഹ്ലൽ കിതാബ് ഖദ് ജാഅകും റസൂലുനാ യുബയ്യിനു ലക്കും അലാ ഫത്രത്തിൻ മിനർ റുസുലി അൻ തഖൂലൂ യൗമൽ ഖിയാമത്തി മാ ജാഅനാ മിൻ ബശീരിൻ വലാ നദീർ ഫഖദ് ജാഅകും ബശീറുൻ വനദീർ. സൂറത്ത് മാഇദ 19. 500 കൊല്ലം മുമ്പ് ഒരു കിതാബുമായി വന്ന ഉലുൽ അസ്മുകളിൽപ്പെട്ട റസൂലായ ഈസാ അലൈഹിസ്സലാമിന്റെ ജനങ്ങളെ വിളിച്ചുകൊണ്ട് അല്ലാഹു തആല പറയുന്നു, യാ അഹ്ലൽ കിതാബ്, ഈ വേദം നൽകപ്പെട്ട നസ്രാണികളെ, ഖദ് ജാഅകും റസൂലുനാ, നിങ്ങളിലേക്ക് ഇതാ എന്റെ ദൂതൻ വന്നു കഴിഞ്ഞു. എന്നാ വന്നത്? എന്തിനു വന്നു? യുബയ്യിനു ലക്കും, നിങ്ങൾക്ക് അള്ളാഹുവിന്റെ ദീനിനെ വ്യക്തമാക്കി ബയാൻ ചെയ്തു തരാൻ വേണ്ടി എന്റെ റസൂൽ ഇതാ നിങ്ങൾക്ക് വന്നിരിക്കുന്നു. അലാ ഫത്രത്തിൻ മിനർ റുസുൽ, മുർസലുകളാരും ഇല്ലാത്ത, മുർസലുകളുടെ സന്ദേശം മുറിഞ്ഞുപോയ ഇടവേളയിൽ ഇതാ നിങ്ങൾക്ക് എന്റെ റസൂൽ വന്നിരിക്കുന്നു. എന്തിനു വന്നിരിക്കുന്നു? എന്തിനു വന്നിരിക്കുന്നു? അൻ തഖൂലൂ യൗമൽ ഖിയാമ, നിങ്ങൾ വഴിതെറ്റി പരസ്യമാർഗത്തിൽ ജീവിച്ച് നാളെ പരലോകത്ത് റബ്ബിന്റെ തിരുമുമ്പിൽ വരുമ്പോൾ നിങ്ങൾ പറയാൻ ഇടവരരുത്. എന്ത് പറയരുത്? മാ ജാഅനാ മിൻ ബശീരിൻ വലാ നദീർ, പഠിച്ചവനെ, ഞങ്ങൾക്ക് സന്തോഷ വാർത്ത അറിയിക്കാനും താക്കീത് ചെയ്യാനുമുള്ള പ്രവാചകന്മാരൊന്നും വന്നിരുന്നില്ല എന്ന് നിങ്ങൾ പറയാൻ ഇടവരരുത്. അതുകൊണ്ട് ഇതാ എന്റെ റസൂൽ നിങ്ങൾക്ക് വന്നിരിക്കുന്നു. ഫഖദ് ജാഅകും ബശീറുൻ വനദീർ, നിങ്ങൾക്ക് താക്കീത് ചെയ്യാനും സന്തോഷ വാർത്ത അറിയിക്കാനും ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതാ വന്നിരിക്കുന്നു. 500 കൊല്ലം മുമ്പ് വാനാരോഹണം നടത്തിയ മഹാനായിരിക്കുന്ന ഈസാ നബി അലൈഹി സ്വലാമിന്റെ ജനതയെ വിളിച്ചുകൊണ്ട് പറയുന്നു, അമ്പിയാക്കന്മാരില്ലാതെ ഫത്രത്തിന്റെ കാലത്തിലാണ് നിങ്ങളുള്ളത്. ഇനി ഒരു റസൂൽ വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ നാളെ പിറ്റേന്ന് അള്ളാഹിന്റെ മുന്നിൽ പറയും, പഠിച്ചവനെ ഞങ്ങൾക്ക് അതൊന്നും അറിയില്ല, ഇനി അമ്പിയ മുസ്ലിങ്ങളൊന്നും ഇല്ലായിരുന്നു എന്ന് നാളെ പിറ്റേ നിങ്ങൾ പറയേണ്ട, അത് അങ്ങക്ക് പറഞ്ഞുതരാൻ ആളെ ഞാൻ അയച്ചത്. എങ്കിൽ അതിന്റെ ഒരു 2500 കൊല്ലം മുമ്പ് മരണപ്പെട്ടു പോയ ബഹുമാനപ്പെട്ട ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിന്റെ കുടുംബ പരമ്പരയാവുന്ന അറബികൾ, അവർ പത്രത്തിന്റെ അയലുകാരല്ല. പത്രത്തിന്റെ അയലുകാർക്ക് ആകെ അള്ളാന്റെ തൗഹീദ് ഇങ്ങനെ സുമാറുണ്ടായാൽ മതി, ബാക്കി ഒക്കെ അവർക്ക് അസുഖമാണ്. ഇതിൽ മുസ്ലിം ഉമ്മത്തിന് 2 അഭിപ്രായമില്ല. പത്രത്തിന്റെ അയലുകാർക്ക് തൗഹീദ് മാത്രം കൈമുണ്ടലുണ്ടായാൽ മതി, ബാക്കി എല്ലാം അവർക്ക് അസുഖമാണ്. കാരണം എന്തുകൊണ്ട്? അവർക്ക് അള്ളാഹിന്റെ അന്ത്യാമുസ്ലിങ്ങൾ വന്നിട്ടില്ല. അന്ത്യാമുസ്ലികൾ വരാതിരിക്കുമ്പോൾ അവർക്ക് ദീൻ അറിയില്ല. അറിയാത്തവരെ അല്ലാഹു തആല ശിക്ഷിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അക്കാര്യം തീർത്താണ് പറഞ്ഞിരിക്കുകയാണ്. വമാ കുന്നാ മുഅസ്സിബീന ഹത്താ നബഅസ റസൂലാ. സൂറത്ത് ഇസ്രായേൽ 15-ാമത്തെ ആയത്ത് അല്ലാഹു തആല പറയാണ്, വമാ കുന്നാ മുഅസ്സിബീന, നാം ഒരിക്കലും അദാബ് ചെയ്യുന്നവനല്ല, ഹത്താ നബഅസ റസൂലാ, ഒരു തിരുദൂതൻ എന്റെ ഭാഗത്ത് നിന്ന് വന്ന് എന്റെ വിധിവിലക്കുകളെ സംബന്ധിച്ചുള്ള സന്ദേശം നൽകി അത് ഉൾക്കൊണ്ടാൽ കിട്ടുന്ന നേട്ടവും തള്ളിക്കളഞ്ഞാലുണ്ടാവുന്ന ഭവിഷ്യത്തും അവരെ തെരഞ്ഞെടുപ്പെടുത്താൻ ആവശ്യമാവുന്ന ഒരു ദൂതനെ അയക്കാതെ ഒരു ജനതയും ഞാൻ ശിക്ഷിക്കുകയില്ല എന്ന് അള്ളാഹു തുറന്നു പറയാം.
അപ്പൊ ഫത്രത്തിന്റെ അഹ്ലുകാരെ അള്ളാഹു തന്നെ ശിക്ഷിക്കൂലെന്ന് അള്ളാഹു തന്നെ പറഞ്ഞതാണ്. ഇനി വേറെ വീണ്ടും അള്ളാഹു തന്നെ പറയുന്നു, വമാ കാന റബ്ബുക മുഹ്ലിക്കൽ ഖുറാ ഹത്താ യബ്അസ ഫീ ഉമ്മിഹാ റസൂലാ. ഒരു പ്രദേശത്തുകാരെയും ആ പ്രദേശത്തിന്റെ മുഖ്യ ഭാഗത്ത് ഒരു ദൂതനെ അയച്ച് അള്ളാഹുവിന്റെ വിധിവിലക്കുകളെ സംബന്ധിച്ചുള്ള സന്ദേശം നൽകിയത് അവർക്ക് ബോധ്യപ്പെടുത്തിയതിന് ശേഷമല്ലാതെ ഒരിക്കലും ഒരു നാട്ടുകാരെയും അള്ളാഹുവിനെ ശിക്ഷിക്കുകയോ ഹലാക്കാക്കുകയോ ചെയ്യില്ല. 47-ാമത്തെ ആയത്ത്. ഇങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം അമ്പിയാക്കളെയും മുർസലീങ്ങളെയും അയച്ച് സന്ദേശം നൽകിയിട്ട് ആ സന്ദേശം സ്വീകരിക്കാതെ തള്ളിക്കളഞ്ഞവർക്കല്ലാതെ അള്ളാഹു സുബ്ഹാനഹു വ തആല ശിക്ഷിക്കുകയില്ല എന്നും ഫത്രത്തിന്റെ അഹ്ലുകാരെ ഒരിക്കലും അള്ളാഹു തആല ശിക്ഷിക്കുകയില്ലെന്നും ഖുർആൻ പറയുന്നു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫത്രത്തിന്റെ അഹ്ലുകാർക്ക് റസൂലായിട്ടാണോ വന്നത്? അമ്മാണല്ലോ നോക്കുക. നബി തങ്ങളുടെ കാലത്തിന് തൊട്ട് മുമ്പുള്ള കാലങ്ങളൊക്കെ ഫത്രത്താണെന്ന് അഹ്ലു കിതാബുകളെ വിളിച്ചു പറഞ്ഞു. കിതാബും മുർസലികളും ആയിരക്കണക്കിന് അമ്പിയ മുർസലികൾ. ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിന് ശേഷം ഒരൊറ്റ നബി അപ്പുറത്ത് വരാത്തോടത്ത് അതേ ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിന്റെ അനുജനാവുന്ന ഇസ്ഹാഖ് നബി അലൈഹി ഇസ്ലാം, ആ ഇസ്ഹാഖ് നബി അലൈഹി ഇസ്ലാമിന്റെ മക്കൾ പരമ്പരയിൽ 10,000-കണക്കിന് അമ്പിയാക്കളെ ഉണ്ടാക്കി. 1ഉം 2ഉം 10ഉം 100ഉം അല്ല, ഒറ്റ വാപ്പാന്റെ 2 മക്കളാപ്പ്. ഖലീൽ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ മൂത്ത മകൻ ഇസ്മായിൽ അലൈഹി ഇസ്ലാം അവർ നബിയും റസൂലുമാണ്. അവരെ ശേഷം പിന്നെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളല്ലാതെ ബനി ഇസ്മായിൽ എന്ന് പറയുന്ന അറബികളിലേക്ക് ഒരൊറ്റ നബിയെയും അല്ലാഹു തആല അയച്ചിട്ടില്ല. അതേ സമയത്ത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ രണ്ടാമത്തെ മകനാവുന്ന ഇസ്ഹാഖ് നബി അലൈഹി ഇസ്ലാമിന്റെ പാരമ്പര്യത്തിൽ 10,000-കണക്കിന് അമ്പിയാ മുർസലുകൾ, അതിൽ തന്നെ കിതാബ് നൽകപ്പെട്ടവരായ മൂസ അലൈഹി ഇസ്ലാം, അതുപോലെ തന്നെ കിതാബ് നൽകപ്പെട്ടതായിരിക്കുന്ന ദാവൂദ് നബി അലൈഹി ഇസ്ലാം, കിതാബ് നൽകപ്പെട്ട റൂഹുല്ലാഹി ഈസാ അലൈഹി ഇസ്ലാം, അവരൊക്കെയും ഇസ്ഹാഖ് നബി അലൈഹി ഇസ്ലാമിന്റെ പാരമ്പര്യം. എന്നിട്ട് അവരെ പറ്റി പറയുന്നു, ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ പാരായണത്തിന് ശേഷം 500ഓളം കൊല്ലം വേറെ പ്രവാചകന്മാർ വരാത്തത് കൊണ്ട് മുസ്ലിങ്ങളൊന്നും ഇല്ലാത്ത ഫത്രത്തിന്റെ സമാനിലാണ് നിങ്ങൾ ഉണ്ടായിരുന്നത്. ഇനി ഒരു നബി വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ നാളെ പറ്റിയെന്ന് പറയും, ഞങ്ങൾക്കൊന്നും അറിയില്ല ഇനി. അതുകൊണ്ട് ഇതാ വന്നു കഴിഞ്ഞു. ഒന്നും വരാത്തോലോ, ഒറ്റ നബിയും വരാത്തോലോ, പിന്നെ ഫത്രത്താന്ന് പറയേണ്ട ആവശ്യം വല്ലതും ഉണ്ടോ? ഉറപ്പല്ലേ? എല്ലാ ഈ 3000-ഓളം കൊല്ലം ഒരൊറ്റ നബി. അത് നമ്മൾ സുമാറൊന്നും പറയേണ്ട, ഖുർആൻ തന്നെ അതാ വെട്ടി തുറന്ന് പറയുന്നു. യാസീൻ വൽ ഖുർആനിൽ ഹകീം ഇന്നക ലമിനൽ മുർസലീന അലാ സിറാത്തിൻ മുസ്തഖീം. പിന്നെന്താ? ലിതുൻദിറ ഖൗമൻ മാ ഉൻദിറ ആബാഉഹും. യാസീൻ സത്യം ചെയ്തുകൊണ്ട് പറയുന്നു, ഇന്നക ലമിനൽ മുർസലീൻ, തീർച്ചയായും തങ്ങൾ അല്ലാഹുവിന്റെ അമ്പിയാ മുർസലീങ്ങളിൽപ്പെട്ട ആളാണ്. എന്നിട്ട് അല്ലാഹു തആല പറയും, എന്തിനാണ് തങ്ങളെ റസൂലായിട്ട് അയച്ചത്? താങ്കൾ താക്കീത് ചെയ്ത് അറിയിക്കാൻ വേണ്ടിയിട്ട് കൗമൻ, ഒരു ജനവിഭാഗത്തിന്. എങ്ങനത്തെ ജനവിഭാഗം എന്നറിയോ? മാ ഉൻദിറ ആബാഉഹും, അവരുടെ പാപ്പാമാർക്ക് ആർക്കും അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് അമ്പിയാ മുർസലുകളെ അയച്ച് താക്കീതോ മുന്നറിയിപ്പോ കിട്ടിയിട്ടില്ല. അതുകൊണ്ട് പോകുമ്പോൾ അവരൊന്നും അറിയാത്ത ദീനിനെ പറ്റിയോ അള്ളാഹുവിനെ പറ്റിയോ അള്ളാഹുവിന്റെ ദീനിനെ പറ്റിയോ വിധിവിലക്കുകളെ പറ്റിയോ ഒന്നും അറിയാത്ത അശ്രദ്ധരാണ്. അവരെ കുറ്റപ്പെടുത്തുകയല്ല ചെയ്തത്, മറിച്ച് അള്ളാഹു അവന്റെ അമ്പിയാ മുർസലുകളെ അയച്ചുകൊണ്ട് സന്ദേശം നൽകിയിട്ടില്ല എന്നതുകൊണ്ട് അവരാരും അറിവില്ലാത്ത ഗാഫിലീങ്ങളാണ്. ആ ഗാഫിലീങ്ങളായ ആളുകൾക്ക് ദീനും അള്ളാഹുവിനെയും പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് അള്ളാഹ് അയച്ചിരിക്കുകയാണ് തങ്ങളെ. അപ്പോ നബി തങ്ങളുടെ പൂർവ്വപിതാക്കന്മാർക്കാർക്കും അള്ളാന്റെ അമ്പിയാ മുർസലുകളുടെ സന്ദേശം കിട്ടിയിട്ടില്ല എന്നും അതുകൊണ്ട് അവർ ഗാഫിലീങ്ങളാണ് എന്നും സൂറത്ത് യാസീൻ തന്നെ നമ്മളെ മുന്നിൽ തുറന്നു പറയാണ്. അപ്പൊ അവർ ഫത്രത്തിന്റെ അധികാരാന്ന് പറഞ്ഞാൽ അത് തന്നെയല്ലേ? അമ്പിയാ മുർസലുകൾ നിങ്ങളൊരു സന്ദേശമില്ല, അമ്പിയാ ആരും വന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് തന്നെ അവർ ഫത്രത്തിന്റെ ഖുർആൻ തന്നെ പറയും. ഇനിയോ സാധാരണ വെള്ളിയാഴ്ച ജുമാക്ക് ഓതുന്ന അലിഫ് ലാം മീം സജ്ദയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, أم يقولون افتراه بل هو الحق من ربك لتنذر قوما ما أتاهم من نذير من قبلك لعلهم يهتدون. എപ്പോ അത് ഓതിക്കൊണ്ടിരിക്കട്ടെ, ആരെങ്കിലും പേച്ചിങ്ങനെ കുത്തിത്തിരിപ്പ് നടത്തണ്ടെന്നുള്ള ആൾക്ക് എല്ലാ വെള്ളിയാഴ്ചയും ഓതിയാല് യാസീനിന് എന്നും ഓതുമല്ലോ. യാസീൻ എന്നും ഓതുമ്പോഴും തിരി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപ്പാപ്പമാരുടെ കാലത്തൊന്നും
ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാം കഴിഞ്ഞതിന് ശേഷം വേറെ അമ്പിയ മുർസലീങ്ങളൊന്നും വന്നിട്ടില്ല. പിന്നെന്താ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ മില്ലത്തിൽ അവരാ തൗഹീദിൽ അങ്ങനെ കലിമത്തൻ ബാഖിയത്തൻ ഫീ അഖബിഹി, ആ പാരമ്പര്യത്തിൽ ആ തൗഹീദ് അല്ലാഹു തആല അങ്ങനെ നിലനിർത്തി പോന്നു. അത് ഹൈറായ വിഭാഗത്തിലാണ് എന്റെ ഉപ്പാപ്പമാരുള്ളതെന്നുള്ളത്. ആ തൗഹീദിൽ തന്നെ ഉപ്പാപ്പമാരെല്ലാം പോന്നു. എന്നാൽ അവർ പത്രത്തിന്റെ അയൽക്കാരെ ബാക്കി അവർ ചെയ്ത തെറ്റിനെ പറ്റിയോ ബാക്കി അവർ ഉപേക്ഷിച്ച ഹൈറിനെ പറ്റിയോ ചോദ്യം ചെയ്യപ്പെടില്ല. കാരണം എന്താണ്? അവരെ ഒന്നും ശിക്ഷിക്കാൻ അർഹരല്ല. കാരണം അവർക്ക് ഇന്ദാർ അഥവാ താക്കീതുകാരും മുന്നറിയിപ്പുകാരും സന്തോഷ വാർത്ത അറിയിക്കുന്നവരുമായ അമ്പിയ മുർസലുകൾ ആരും വന്നിട്ടില്ല. ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ പുറമെ ഇബ്നു ജരീർ തന്റെ തഫ്സീറിൽ ഇമാം ഖതാദയിൽ നിന്ന് ഉദ്ധരിക്കുന്നത് കാണാം. ഖുറൈശികളെ സംബന്ധിച്ച് മാ അതാഹും മിൻ നദീരിൻ മിൻ ഖബ്ലിക ഖാല ലം യഅതിഹിം വലാ ആബാഹും ലം യഅതിൽ അർബ റസൂലുൻ മിൻ അല്ലാഹി അസ്സ വജല്ല. ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിന് ശേഷം അല്ലാഹുവിന്റെ അമ്പിയ മുർസലീങ്ങളിൽപ്പെട്ട ഒരൊറ്റ മുർസലീങ്ങളും വന്നിട്ടില്ല. ഇങ്ങനെ ഒരൊറ്റ മുർസലീങ്ങളും വരാത്ത പത്രത്തിന്റെ അഹ്ലുകാരായ ഈ ഉപ്പാപ്പമാർ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്തിഫാവ് ചെയ്ത് തെരഞ്ഞെടുത്തത് കൊണ്ടാണ് ഖലീൽ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ മില്ലത്താവുന്ന യഥാർത്ഥ തൗഹീദിൽ അവർ കൈവടിയാതെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വന്തം പിതാവായ അബ്ദുള്ള വരെ ആ പാരമ്പര്യം നിലനിന്നു പോകുന്നത്. അവർ മുഴുവനും മഹാന്മാരാണ്. ദീനെ സംബന്ധിച്ച് വിശദം അറിയാത്തവരുണ്ട് പിൽക്കാലത്ത്. എന്നാൽ ഇൻഷാ അല്ലാഹ് ഭാഗം വിശദമായി പറയുന്നിടത്ത് കാണാം. ഖുസൈ മുതൽക്ക് ഇങ്ങോട്ട് അതിന്റെ മുമ്പുണ്ടായിരുന്ന കഅബ് തുടങ്ങി ഇല്യാസ് വരെ അവർക്ക് റളിയല്ലാഹു എന്ന് പറയേണ്ട വലിയ മഹാന്മാരാണ്. അങ്ങനെയുള്ള അവരൊക്കെ അവരുടെ ജീവിതകാലത്ത് ജനങ്ങളെ വിളിച്ചുകൂട്ടി, ആഴ്ചയിലൊരിക്കൽ ജനങ്ങളെ വിളിച്ചുകൂട്ടി ഒരു ഉപദേശം ചെയ്യും. എന്റെ മക്കൾ പരമ്പരയിൽ ഖലീൽ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ ദീനിനെ പുനഃസ്ഥാപിക്കുന്നവരും അള്ളാഹുവിന്റെ അമ്പിയ മുർസലുകളെ അവന്റെ പാരമ്പര്യം അവസാനിപ്പിക്കുന്നവരുമായ ലോകത്തിന്റെ രക്ഷകനായ പ്രവാചകൻ വരാനിരിക്കുന്നു. അദ്ദേഹത്തിലൂടെ മാത്രമേ ഇനി അള്ളാഹുവിന്റെ ഹിദായത്തിന്റെ വെളിച്ചം ഇവിടെ കാണൂ. ആ വഴി ഖലീൽ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ തൗഹീദിന്റെ വഴിയാണ്. അത് നിങ്ങൾ പിന്തുടരണം. നിങ്ങളുടെ കാലത്താണ് ആ മകൻ വരുന്നതെങ്കിൽ അവരോട് വിശ്വസിക്കുകയും പിന്തുടരുകയും നിങ്ങൾ സഹായിക്കുകയും വേണം എന്ന് ആഴ്ചതോറും ഉപദേശിക്കുന്നവരായിരുന്നു ഖുസൈ, ഇല്യാസ് തുടങ്ങിയവർ. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്ന് വരെ അവര് നിലനിർത്തിയിരുന്നു. പിന്നെ അബ്ദുൽ മുത്തലിബ് ആണല്ലോ നേരെ ഉപ്പാപ്പ. ആ ഭാഗത്തിലേക്ക് ഇൻഷാ അല്ലാഹ് നമ്മൾ കടന്നു വരുന്നുണ്ട്. ആ കടന്നു വരുന്ന സമയത്ത് ചരിത്രം അപ്പൊ അതിന്റെ മുമ്പ് മൊത്തം ഇതൊരു വല്ലാത്ത പരിശുദ്ധമായ സിൽസിലത്തു സഹബ് ആണ് എന്ന് മൊത്തം ഖുർആന്റെ മാത്രം ഭാഷയിൽ പറഞ്ഞതാണ് പറഞ്ഞത്. ഈ സിൽസിലത്തു സഹബിൽപ്പെട്ട ഓരോരുത്തരെ സംബന്ധിച്ചും വിശദമായില്ലെങ്കിലും ചുരുങ്ങിയ തോതിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഏറ്റവും അടുത്തത് അവിടുത്തെ പിതാവ് തന്നെ അബ്ദുള്ള എന്നത്. ചരിത്രത്തിൽ ഏറ്റവും പ്രശസ്തമായ അഭിപ്രായത്തിൽ 18 വയസ്സാണ് അബ്ദുള്ള എന്നവർ ജീവിച്ചിട്ടുള്ളൂ. എന്നാൽ മറ്റൊരു അഭിപ്രായം അത്ര മോശമല്ലാത്ത തന്നെ പ്രശസ്തമായ മറ്റൊരു അഭിപ്രായം 25-ാമത്തെ വയസ്സിലാണ് മഹാനവർ വഫാത്തായത്. ഈ കാലഘട്ടത്തിനിടയിൽ മദീന ചിലപ്പോൾ ഷാമിലേക്ക് അധികം യാത്ര ചെയ്തതായി ഇല്ല. അവസാനത്തെ ഒരു യാത്ര മാത്രം ഷാമിലേക്ക് ചെയ്തതായും അതുവരെയുള്ള യാത്രകളൊക്കെ മദീന വരെ യാത്ര ചെയ്തതായും അല്ലാതെ അബ്ദുള്ള എന്നവരുടെ ചരിത്രത്തിൽ അധികം കാണാനില്ല. അതിന് സമയമില്ലല്ലോ. 18 വയസ്സായപ്പോൾ അല്ലെങ്കിൽ 18 വയസ്സായ ഒരു മനുഷ്യൻ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് കാര്യങ്ങൾ നിർവഹിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിട്ടില്ല. ഒന്ന്, പിതാവ് ജീവിച്ചിരിക്കുന്നുണ്ട്, കാര്യങ്ങളൊക്കെ നിർവഹിച്ചുകൊണ്ടും ഉത്തരവാദിത്വം നിർവഹിക്കാൻ പ്രാപ്തനായിക്കൊണ്ടും അതോടുകൂടി മുതിർന്ന ജ്യേഷ്ഠന്മാര് എല്ലാത്തിനും പ്രാപ്തരും യോഗ്യരുമായ ആളുകൾ ഉള്ളത് കൊണ്ടും തന്റെ മക്കളുടെ കൂട്ടത്തിൽ താൻ ഏറ്റവും സ്നേഹിച്ച് ഓമനിച്ച് വളർത്തിയിരുന്ന ഒരു പ്രത്യേക സ്നേഹത്തിന്റെ ഉടമയും ആയിരുന്നത് കൊണ്ട് തന്നെ സ്വാഭാവികമായും പുറത്തേക്ക് അങ്ങനെ പോകാൻ വാപ്പ അബ്ദുൽ മുത്തലിബ് അബ്ദുള്ള എന്നിവരെ അധികം സമ്മതിക്കുകയും ചെയ്തിരുന്നില്ല. എന്നാൽ അബ്ദുൽ മുത്തലിബ് എന്നവരുടെ ഏറ്റവും ഇളയ മകനാണ് അബ്ദുള്ള എന്ന് ചിലപ്പോ പ്രസംഗത്തിലൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. അത് ശരിയല്ല. ചരിത്ര ഗ്രന്ഥങ്ങളിലും കാണാം അത് ശരിയല്ല.
പക്ഷേ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പരിചയപ്പെടുത്തുന്നവർക്ക് ഇബ്നു സബീഹൈൻ എന്ന് ഹദീസിലൊക്കെ കാണാം. അത് ഒന്ന് ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പന പ്രകാരം ഖലീൽ ഇബ്രാഹിം അലൈഹി ഇസ്ലാം അർക്കാൻ തയ്യാറായതുകൊണ്ട് ഒന്ന് അവർ തന്നെ. രണ്ടാമത് നമുക്കൊക്കെ അറിയുന്ന സുപരിചിതമായ സംഭവമായതുകൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. അബ്ദുൽ മുത്തലിബ് തങ്ങള് കഅബ ശരീഫിന്റെ പരിസരത്തുണ്ടായിരുന്ന സംസം കിണർ കഴിക്കാനുള്ള ഓർഡർ സ്വപ്നം മുഖേന കിട്ടിയപ്പോൾ വലിയ കറാമത്തിന്റെ ഉടമയായിരുന്നു അബ്ദുൽ മുത്തലിബ് എന്ന് അബൂബക്കർ ജസായിരി എന്ന് പറയുന്ന ഇപ്പോഴും അയാൾ ഹയത്തിലുണ്ട് നടത്തുന്നു. മദീനയിൽ ദർസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സലഫി പണ്ഡിതനാണ്. അദ്ദേഹം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നന്നായി പരിചയപ്പെടുത്തിക്കൊണ്ട് ഹാദൽ ഹബീബ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം യാ മുഹിബ്ബു എന്ന പേരിൽ ഒരു തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പരിചയപ്പെടുത്തുന്ന ഒരു ചരിത്ര ഗ്രന്ഥം തന്നെ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അദ്ദേഹം തന്റെ ഈ പ്രസിദ്ധമായ ഗ്രന്ഥത്തിൽ പറയുന്നു, ബഹുമാനപ്പെട്ട അബ്ദുൽ മുത്തലിബ് ഖാന സാഹിബ കറാമ, വലിയ കറാമത്തിന്റെ ഉടമയായിരുന്നു. തെറ്റല്ല, അക്ഷരാർത്ഥത്തിൽ അവരുടെ ജീവിതം പഠിച്ചാൽ നമുക്കത് കാണാനും കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല ജുർഹുമികൾ ചരിത്രത്തിലേക്ക് ആ ഭാഗത്തേക്ക് വരുമ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് പറയാം. ജുർഹും ഗോത്രക്കാര് ഇവിടെ വലിയ കുഴപ്പമൊക്കെ ഉണ്ടാക്കിയപ്പോ അവിടെ ഇവരെ യുദ്ധം ചെയ്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഖള അനുസരിച്ച് അവരെ നാട് വിടേണ്ട ഒരു സാഹചര്യം വന്നപ്പോൾ നാട് വിട്ടു പോകുമ്പോൾ ഇവരെന്താക്കിയതാണ്, അസൂയാലുക്കളാവുന്ന ജുറൂമുകാര് കഅബ ശരീഫിന്റെ മുറ്റത്തുണ്ടായിരുന്ന സംസം കിണർ മൂടുക മാത്രമല്ല ചെയ്തത്, കഅബത്തിന് സമ്മാനമായി ലഭിച്ചിരുന്ന പ്രത്യേകം സ്വർണം കൊണ്ടും വെള്ളി കൊണ്ടും അലങ്കരിച്ചിരുന്ന ഏതാനും വാളുകൾ, അതുപോലെ തന്നെ മറ്റു ചില പ്രത്യേക അലങ്കരിക്കപ്പെട്ട ആഭരണങ്ങൾ, അതിന്റെ പുറമെ 2 സ്വർണം കൊണ്ടുള്ള മാനുകൾ, ഇങ്ങനെ കുറെ സാധനങ്ങളുണ്ട്. ഇതെല്ലാം ഈ സംസം കിണറ്റിലെടുത്തിട്ടിട്ട് സംസം കിണർ മൂടി ഒരു അടയാളം ഇല്ലാതാക്കിയിട്ട് ഐറ്റങ്ങൾ നാടുവിട്ട് ഇങ്ങനെ കൊല്ലങ്ങളോളം എവിടെയാണ് സംസം എന്നറിയാതെ കിടന്നു. ആ കാലത്ത് മഹാനായ ഖുസൈന്റെ ചരിത്രം പറയുമ്പോൾ വിശദമായിട്ട് ഇൻഷാ അല്ലാഹ് ഭാഗം വരും. മഹാനായ ഖുസൈ ചെയ്ത സേവനം, വിദേശത്ത് നിന്ന് വരുന്ന പാവപ്പെട്ട ഹാജിമാർക്ക് വെള്ളം കുടിക്കാനില്ല, ഭക്ഷണമില്ല, കഷ്ടപ്പെട്ടപ്പോ അദ്ദേഹം ഖുറൈശികളെ മൊത്തം വിളിച്ചു വരുത്തിയിട്ട് പറഞ്ഞു, നമ്മൾ ഇങ്ങനെയൊന്നും ആയാൽ പോരാ, അള്ളാഹുവിന്റെ ഭവനമാവുന്ന വിശുദ്ധ കഅബ ശരീഫിന്റെ അയൽവക്കക്കാരാണ് നമ്മൾ. അള്ളാഹുവിനെ ആദരിക്കുന്ന കൂട്ടത്തിൽ അള്ളാഹുവിന്റെ ഭവനത്തെ സംരക്ഷിക്കാൻ വരുന്ന വിരുന്നുകാരെ ആദരിച്ചേ പറ്റൂ. അതുകൊണ്ട് അവർക്ക് വേണ്ട ഭക്ഷണവും വെള്ളവും നമ്മൾ തയ്യാർ ചെയ്തിരിക്കണം. ഒന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അല്ലദീ യറാക ഹീന തഖൂമു വ തഖല്ലുബക ഫിസ്സാജിദീൻ ഇന്നഹു ഹുവസ് സമീഉൽ അലീം. വതവക്കൽ നബിയെ അങ്ങ് ഭരമർപ്പിക്കുക, അലൽ അസീസുർ റഹീം, കരുണാനിധിയും പ്രതാപിയുമായിരിക്കുന്ന അല്ലാഹുവിന്റെ പേര്. അല്ലദീ യറാക ഹീന തഖൂമു വ തഖല്ലുബക ഫിസ്സാജിദീൻ, അങ്ങ് ജീവിച്ചുകൊണ്ട് നിലനിൽക്കുന്ന സമയത്തും മുമ്പ് അള്ളാഹുവിന് സുജൂദ് ചെയ്യുന്ന മഹാന്മാരായ മാതാപിതാക്കളിലൂടെ അങ്ങ് കടന്നു വരുന്ന സമയത്തുമൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആലയായിരുന്നു അവന്റെ സ്വന്തം മേൽനോട്ടത്തിൽ അങ്ങയെ സംരക്ഷിച്ചു പോന്നിരുന്നത്. ഇന്നഹു ഹുവസ് സമീഉൽ അലീം. ഇങ്ങനൊരു ആയത്തിന് തഫ്സീർ പറയാം. ഇമാം ഇബ്നു മർദവൈഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു നിന്നും റിവായത്ത് ചെയ്യുന്നു, قال فعلت رسول الله صلى الله عليه وسلم فقلت بأبي أنت وأمي أين كنت وآدم في الجنة. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല എന്ന് പറയാം, ഞാൻ ചോദിച്ചു, ഹബീബായ നബിയെ, അങ്ങ് ആദം നബി അലൈഹിസ്സലാം സ്വർഗത്തിലായിരുന്ന സന്ദർഭത്തിൽ എവിടെയായിരുന്നു അങ്ങുണ്ടായിരുന്നത് എന്ന് ചോദിച്ചപ്പോൾ അവിടെ നിന്ന് പുഞ്ചിരിക്കുകയും അവസാനം അത് തുറന്നു തന്നെ ചിരിക്കുകയും പുഞ്ചിരിച്ചു തുടങ്ങി അവസാനം എന്തായി ചിരിക്കുക തന്നെ ചെയ്തു. എന്നിട്ട് പറഞ്ഞു, സുമ്മകാലം ഇന്നീ കുന്തു ഫീ സുൽബിഹി, സ്വർഗത്തിലായിരുന്ന സമയത്ത് ആദം നബി അലൈഹി സ്വലാമിന്റെ മുതുകിലായിരുന്നു ഞാൻ. ഭൂമിയിലേക്ക് അദ്ദേഹം ഇറങ്ങിയപ്പോഴും അവിടുത്തെ മുതുകിൽ തന്നെ ഞാൻ ഉണ്ടായിരുന്നു. നൂഹ് നബി അലൈഹി സ്വലാമാവുന്ന എന്റെ പിതാവിന്റെ മുതുകിലായി ഞാൻ കപ്പലേറിയിരുന്നു. ഇബ്രാഹിമിന്റെ മുതുകിലിരിക്കുന്ന സമയത്താണ് അഗ്നികുണ്ടാരത്തിലേക്ക് വലിച്ചെറിയപ്പെട്ടത്. വലം യൽതഖി അബവായ ഖസ്തു അലാ സിഫാഹിൻ, ആദം നബി അലൈഹിസ്സലാം തൊട്ട് എന്റെ ഉമ്മയും വാപ്പയുമാവുന്ന അബ്ദുള്ള എന്നവരും ആമിന ബീവിയും ഉൾക്കൊള്ളുന്ന പാപ്പമാരും ഉമ്മാമ്മമാരുമാവുന്ന ഒരൊറ്റ ആണ് പെണ്ണ് പോലും വ്യഭിചാരം എന്ന് പറയുന്ന സംഗതി ബന്ധപ്പെട്ടിട്ടേ ഇല്ല.
വിശുദ്ധങ്ങളായ മുതുകിലൂടെ മാത്രമേ എന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുവന്നിട്ടുള്ളൂ. വിശുദ്ധം എന്ന് പറയണമെങ്കിൽ ഇന്നവൽ മുശ്രികൂന നജസുൻ എന്ന് പറഞ്ഞ ഖുർആനാണ്. മുശ്രിക്കീങ്ങൾ നജസാണ് എന്ന് പറയുന്ന ഖുർആൻ, ആ ഖുർആൻ വ്യാഖ്യാനിക്കുന്ന തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, എന്നെ ഉൾക്കൊണ്ട മുഴുവൻ മുതുകുകളും തയ്യിബത്തായിരുന്നു, വിശുദ്ധങ്ങളായിരുന്നു, ഒരിക്കലും നജസ് അക്കൂട്ടത്തിലുണ്ടായിരുന്നില്ല. ഇല്ലർഹാമി താഹിറ, വിശുദ്ധങ്ങളായ പരിശുദ്ധങ്ങളായിരിക്കുന്ന ഗർഭാശയത്തിലൂടെയാണ് കൈമാറിപ്പോകുന്നത്. അതും തന്നെ എന്തല്ല, ഇന്നവൽ മുശ്രികൂന നജസുൻ എന്ന് പറയുന്ന ഒരൊറ്റ നജസായ ഗർഭാശയത്തിലോ ഒരൊറ്റ നജസായ മുതുകിലോ ഞാൻ വന്നിട്ടേയില്ല. മുസഫൻ മുഹദ്ദബ, ശുദ്ധി ചെയ്ത് സംസ്കരിച്ചെടുക്കപ്പെട്ട പാരമ്പര്യമായിരുന്നു. രണ്ട് ശാഖയായി മനുഷ്യന്റെ ശാഖ എപ്പോൾ പിരിയുന്നു അവിടെയൊക്കെ ഇല്ലാ കുന്തു ഫീ ഖൈരിഹിമാ, അതിൽ ഏറ്റവും ഖൈറായ ശാഖയിലൂടെയാണ് ഞാൻ വന്നിരിക്കുന്നത്. അതാ നേരത്തെ പറഞ്ഞ് ഖിയാമത്ത് നാൾ വരെ നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ അക്കാലത്താണ് സിർക്ക് തുടങ്ങി. അക്കാലം തൊട്ട് ഖിയാമത്ത് നാൾ വരെ ചുരുങ്ങിയത് 7 ആളുകളെങ്കിലും ഭൂമി ലോകത്ത് മുഅ്മിനുകൾ മുവഹിദുകൾ ഉണ്ടായിരിക്കും. അപ്പോഴേ ലോകം നിലനിൽക്കൂ. എങ്കിൽ 2 ശൈബത്ത് തിരിയുമ്പോൾ എന്റെ പിതൃ പാരമ്പര്യം എപ്പോഴും ഖൈറിലായിരിക്കുമെന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ആ ഖൈർ ഈ 7ൽപ്പെട്ട ഏതെങ്കിലും ഒരാളാണ്ട് ഉണ്ട്. ബാക്കിയുള്ളവർ പുറത്തുണ്ടായിക്കോട്ടെ, പുറത്തുണ്ടാകുന്ന കേടില്ല. പക്ഷെ ഇവര് ചിർക്കിലായിട്ട് പുറത്ത് മുമ്പിനുണ്ടായാൽ ഖൈറാണ്, അത് മറ്റേ സറാണെന്ന് പറയാൻ കഴിയോ? ഒരിക്കലും കഴിയില്ല. ഇത് ദുർ മൻസൂറാണ്. സൂറത്ത് ഷുഅറായിലെ 218, 19, 20 ആയത്തുകളിൽപ്പെട്ട 219 തഖല്ലുബക ഫിസ്സാജിദീൻ എന്ന ആയത്തിന്റെ തഫ്സീറാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്നും ഇബ്നു മുർദവൈഹി ഈ ഹദീസ് റിവായത്ത് ചെയ്തു. ഒക്കെ നേരത്തെ പറഞ്ഞ നേരത്തെ വായിച്ചിട്ടില്ല, വെറും പ്രസംഗാക്കണ്ടെന്ന് വെച്ചിട്ട്. കാരണം ആരെങ്കിലും കേട്ടാൽ അത് വെറും തൊള്ളപ്പറച്ചിലാണെന്ന് വരണ്ട. ഞാൻ പിന്നെ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് അതൊക്കെ. പക്ഷെ അങ്ങനെ എളുപ്പമാക്കിയാലും ചിലപ്പോൾ ബുദ്ധിമുട്ടാണ്. ഇതൊക്കെ അതുപോലെ പല തട്ടിപ്പീസുകളും തട്ടിപ്പുവിടും. ആ തട്ടിപ്പപ്പെട്ടൊരു തട്ടിപ്പാണെന്നൊക്കെ പറയാൻ എളുപ്പമുണ്ട്. അതിന് വേണ്ട, നേരിട്ട് തന്നെ ഉള്ളതാണ്. വായിച്ച 1-2 വായിക്കാൻ നൃത്തം ചെയ്യും. സൂറത്ത് 124 ഈ അവിശ്വാസികളായ ആളുകൾക്ക് വല്ല ദൃഷ്ടാന്തങ്ങളും ചെല്ലുമ്പോൾ കാലു അവർ പറയും, അള്ളാഹുവിന്റെ മുർസലുകൾക്കൊക്കെ നൽകപ്പെട്ടതുപോലെയുള്ള നേരിട്ടുള്ള അനുഭവത്തും അയ്യൊക്കെ നമുക്ക് വേണം, എന്നാലേ നമ്മൾ വിശ്വസിക്കുള്ളൂ. അല്ലാതെ മറ്റുള്ളവർക്ക് കൊടുത്തോലെ ദൃഷ്ടാന്ത നബിതങ്ങൾ കൊടുക്കണമെന്നല്ല. ഇതൊക്കെ വലിയ ദൃഷ്ടാന്ത നബിതങ്ങൾക്കുണ്ട് എന്ന് പറഞ്ഞാൽ, നബിതങ്ങൾക്ക് വഹി കൊടുക്കണ്ടെന്ന് ജിബ്രീൽ അലൈഹിസ്സലാം വഹി കൊടുക്കണം. ആ ജിബ്രീൽ വരട്ടെ ഇങ്ങോട്ട്. ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് പറയട്ടെ, എനിക്ക് വഹിയട്ടെ. ആരാ? മുഹമ്മദ് അള്ളാഹുവിന്റെ റസൂലാണ്, അല്ലെങ്കിൽ നമ്മൾ വിശ്വസിക്കൂല. എടുക്കേണ്ട വാർത്തയാണ്. എന്നിട്ട് അള്ളാഹു പറയാം, അല്ലാഹു അഅലമു ഹൈസു യജഅലു റിസാലതഹ, അള്ളാഹുവിന്റെ റിസാലത്ത് എവിടെയാണ് വെക്കേണ്ടതെന്ന് മറ്റാരെക്കാളും അറിയുന്നവൻ അള്ളാഹുവാണ്. അത് ആർക്ക് കൊടുക്കണം, ഏത് വഴിയിലൂടെ അത് വരണം ഒക്കെ അള്ളാഹു അറിയാം. സിസീബുല്ലദീന അജ്റമൂ സഗാറുൻ ഇൻദല്ലാഹി വഅദാബുൻ ശദീദുൻ ബിമാ കാനൂ യംകുറൂൻ 124 സൂറത്തിൽ തന്നെയാണ് അതിന്റെ തഫ്സീർ. പറയില്ല അതിന്റെ തഫ്സീർ ഇബ്നു കസീറ പറയുന്നു. ഈ നിഷേധിക്കുന്നതോടുകൂടി തന്നെ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വവും അവിടത്തേതായ ഔന്നിത്യവും ഒക്കെ അവർ സമ്മതിക്കുന്നില്ല. അവിടുന്ന് കുടുംബവും പാരമ്പര്യവും ഒക്കെ വിശുദ്ധങ്ങളായിരുന്നു എന്നും മക്ക മുശ്രിക്കുകൾ വരെ അംഗീകരിക്കുന്നുണ്ട്. നമ്മളെ ചില ആളുകൾക്കാണ് അത് അംഗീകരിക്കാൻ പ്രയാസം. സല്ലല്ലാഹു അലൈഹി വസല്ലം وملائكته والمؤمنون عليه حتى أنهم كانوا يسمونه بينهم قبل أن يوحى إليه الأمين. എല്ലാവർക്കും അറിയണം, നബുവത്തിന് മുമ്പ് അവർക്ക് സമ്മതിച്ചിരുന്നു. മാത്രമല്ല അൽ-അമീൻ എല്ലാവരും ഒരുപോലെ വിളിച്ചില്ല. അബൂ സുഫിയാൻ മലിക്കുർ റൂം, റോമാ ചക്രവർത്തി അബൂ സുഫിയാൻ റളിയല്ലാഹു തആല അന്ന് ഇസ്ലാം വിശ്വസിക്കുന്നതിന് മുമ്പ് ചോദിച്ചപ്പോൾ അവിടുന്നും അദ്ദേഹം പറഞ്ഞു, കൈഫ നസബുഹു ഫീക്കും, അവിടുത്തെ പാരമ്പര്യം തറവാട് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ അത്യുത്തമമായ ഉന്നത തറവാടിയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. കളവിനെ പറ്റിയൊക്കെ ചോദിച്ചിട്ടുണ്ട്. എന്നിട്ട് പറയാം, قال الإمام أحمد حدثنا محمد بن مصعب حدثنا الأوزاعي عن شداد أبي عمار عن واثلة بن الأسقى رضي الله تعالى أن رسول الله صلى الله عليه وسلم قال
ഈ ആയത്ത് അല്ലാഹു അഅലമു ഹൈസു യജഅലു റിസാലതഹു, നബി ആരാണെന്ന് അറിയാമെന്നല്ല, പോന്ന വഴിയെന്ന് അള്ളാഹ്ക്ക് അറിയാം എന്ന് പറയുന്നതിനെ പറ്റി ഇമാം അഹ്മദ് റിവായത്ത് ചെയ്യുന്നത് ഇന്നല്ലാഹ അസ്തഫാ മിൻ മുൽദി ഇബ്രാഹിം ഇസ്മായിൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് കുറെ മക്കളെ കൊടുത്തു. എത്ര മക്കളുണ്ട്? ഇനി 12 അല്ലേ? 12 ഏതായാലും ഉണ്ട്, അതിൽ ഏറുണ്ടോ എന്നുള്ളതിൽ നടക്കുള്ളൂ. 12 മക്കളെ കൊടുത്തു. ഈ 12 മക്കളെ കൂട്ടത്തിൽ നിന്നിട്ട് ഇസ്മായിൽ നബി അലൈഹി സ്വലാമിനെ അള്ളാഹു പ്രത്യേകമായി തെരഞ്ഞെടുത്തു. മറ്റുള്ളവരാരും മോശക്കാരായതുകൊണ്ടല്ല, കൂട്ടത്തിൽ പ്രത്യേകമായി ഇസ്തിഫാ ചെയ്തു. എന്നിട്ട് വസ്തഫാ മിൻ ബനി ഇസ്മായിൽ കിനാനത്ത, ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിന്റെ പാരമ്പര്യത്തിൽ ഒരുപാട് അറബി ഗോത്രങ്ങളുണ്ട്. അതിൽ കിനാനത്തിന്റെ പാരമ്പര്യത്തെ, ഞങ്ങളുടെ ഉപ്പാപ്പ മരിപ്പെട്ട കിനാനത്തുണ്ട്, ആ പാരമ്പര്യത്തെ പ്രത്യേകം. വസ്തഫാ മിൻ ബനി കിനാനത്ത ഖുറൈശൻ, കിനാനത്തിന്റെ പാരമ്പര്യത്തിൽ കീപ്പോട്ട് വന്നതിൽ ഖുറൈശികളെ അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റെല്ലാവരെക്കാളും തെരഞ്ഞെടുത്തു. വസ്തഫാ മിൻ ഖുറൈശിൻ ബനി ഹാഷിം, ഖുറൈശികൾ വിവിധ ഗോത്രങ്ങളുണ്ടെങ്കിൽ അതിൽ ബനു ഹാഷിമിനെ പ്രത്യേകം അല്ലാഹു തആല തെരഞ്ഞെടുത്തു. വസ്തഫാനി മിൻ ബനി ഹാഷിം, ബനു ഹാഷിമുകാര് അക്കൂട്ടത്തിൽ നിന്നിട്ട് എന്നെ പ്രത്യേകമായും അല്ലാഹു തെരഞ്ഞെടുത്തു. അപ്പൊ ഈ ഇസ്തിഫാ എന്ന് പറയുമ്പം സഫവത്ത് അതിൽ നിന്നിട്ട് സ്ഫുടം ചെയ്ത് ശുദ്ധി ചെയ്ത് പ്രത്യേകം തെരഞ്ഞെടുത്തുകൂടാ. ഈ പറയുന്ന ഒന്നിന്റെ പുറമെ ഒന്നായി. ഇനി ഇംഫറദ ഇഖ്റാജി മുസ്ലിം മിൻ ഹദീസിൽ ഔസായി, ഇമാം മുസ്ലിമും റിവായത്ത് ചെയ്തു. ഓ അബ്ദുറഹ്മാൻ ഇബ്നു ഉമർ ഇമാം അൽ-ഇസ്ലാമി, ഇമാം അഹ്മദ് റിവായത്ത് ചെയ്തു എന്ന് ആദ്യം പറഞ്ഞിട്ടുള്ളൂ, ഇമാം മുസ്ലിമിന്റെ റിവായത്തിലുണ്ട്. വഫീ സഹീഹുൽ ബുഖാരി അൻ അബീ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ബുഇസ്തു മിൻ ഖൈരി ഖുറൂനി ബനി ആദമ ഖർനം ഫഖർനൻ ഹത്താ ബുഇസ്തു മിനൽ ഖർനി അല്ലദീ കുൻതു ഫീ. ഞാൻ ഇതിൽ മേലെ ഒന്നും മടബുഖാരിന്റെ ഹദീസാണ്. എന്നെ നബിയായി നിയോഗിക്കപ്പെട്ടു. മിൻ ഖൈരി ഖുറൂനി ബനി ആദം, മനുഷ്യരുടെ തലമുറകളിൽ ഏറ്റവും ഉത്തമമായ തലമുറയിൽ നിന്ന്. കർണം ഫകർണൻ, ഇവിടെയെന്നല്ല, പാരമ്പര്യം പാരമ്പര്യം പാരമ്പര്യം, തലമുറ 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 തലമുറയായി ഓരോ കർണിലും അതാത് കർണിലുള്ളതായ ഏറ്റവും ഹൈറായവരിലൂടെ തെരഞ്ഞെടുത്തു. കർണിലതി കുന്തുതി, അവസാനം ഞാൻ ഏതൊരു തലമുറയിലാണോ ജനിച്ചത് ഈ തലമുറ വരെ അതിന് പേര് ഇസ്ലാം തൊട്ട് കൈമാറിപ്പോന്ന ഓരോ തലമുറകളിലും ഏറ്റവും ഹൈറായവരിലൂടെയാണ് വന്നത്. അതിനെ പറ്റി ഹൈർ എന്ന് പറയോ? കുറ്റങ്ങളൊക്കെ പറയിക്കും, നമ്മൾ പറയലില്ല. ഹൈറ് എന്തായാലും ചെറുതിന്റെ ഓപ്പോസിറ്റ് പറയുന്നതാണല്ലോ ഹൈറ്. കുഫറും ഈമാനും വരുമ്പോ എന്തായാലും ഹൈറും ചെറുതും കൂട്ടിയാൽ ഇതിലുണ്ടാകാൻ നിങ്ങൾക്ക് ഇമാം ബുഖാരിന്റെ റിവായത്താണ്. ഇത് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്. ഞാൻ അങ്ങനെ നിൽക്കുന്നല്ല, അങ്ങനെ കർണം വകർണായിട്ട് അങ്ങനെ ഹൈറിലൂടെ മാത്രമാണ് ഞാൻ പോകുന്നത്. ഇനിയും ഇമാം അഹ്മദിന്റെ റിവായത്ത് സുഫിയാൻ അൻ യസീദ് ബിൻ أبي زياد عبد الله بن الحارث بن نوفل المطلب بن أبي وداع أنه قال قال العباس رضي الله عنه بلغه صلى الله عليه وسلم بعض ما يقول الناس. ജനങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചില കുടുംബക്കാരെ പറ്റി, നബിനെ പറ്റിയിട്ട് നേരിട്ടൊന്നും അറിയില്ല, കുടുംബക്കാരെ പറ്റി അത്ര വലിയൊരു മുന്തിയ തറവാട്ടുകാരൊന്നും അല്ല എന്നൊക്കെയുള്ള, അന്ന് ആ കാലം അതാണല്ലോ, തറവാടിത്തം കൊണ്ടിട്ട് വലിയ അഭിമാനം പറയുന്ന കാലം. അങ്ങനെ പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫൈദൽ മിമ്പറ വഖാല മന്നന, മിമ്പറിൽ കയറിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഞാൻ ആരാ? ഖാലു അൻത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലാണ്. അതെന്നെ പറയാനുള്ളത്. അതല്ല, അന മുഹമ്മദ് ബിൻ അബ്ദുല്ലാഹി ബിൻ അബ്ദുൽ മുത്തലിബ്, അബ്ദുൽ മുത്തലിബിന്റെ മകൻ അബ്ദുള്ള എന്നവരുടെ മകൻ മുഹമ്മദും കൂടിയാണ് ഞാൻ. റസൂല് മാത്രമല്ല ഇതുമാണ് എന്നിട്ട് പറയാം. അല്ലാഹു പടപ്പുകളെ മൊത്തം പഠിച്ചിട്ട് ഫജഅലനീ ഫീ ഖൈരി ഖൽഖിഹി, അവന്റെ പടപ്പുകളിൽ ഏറ്റവും ഹൈറായവരിലൂടെയാണ് എന്നെ അവൻ കൊണ്ടുവന്നത്. വജാലഹും ഫരീഖൈനി, 2 വിഭാഗമായി പഠിച്ചപ്പോൾ ഹൈരി ഫിർഖത്തിൻ, ഏറ്റവും ഉത്തമമായ ഫിർഖത്തിൽ വിഭാഗത്തിലാണ് എന്നെ പഠിച്ചത്. വഹലഖൽ ഖബായില, ഗോത്രങ്ങളെ എടുത്താക്കിയപ്പോൾ വജാലനി ഫീ ഹൈരി ഖബീല, ഖബീല നോക്കുമ്പോഴും ഹൈറായ ഖബീലയിലാണ് ഞാൻ. വജാലഹും ബുയൂത്തൻ വജാലനി ഫീ ഹൈരിഹിം ബുയൂത്ത് ബൈത്താ, ഓരോ പിതൃകുടുംബങ്ങള്, അതുപോലെ തന്നെ പിതാമഹന്മാരുടെ പാരമ്പര്യ കുടുംബങ്ങൾ, ഇതിലൊക്കെ ഞാൻ പറയല്ല, അവർക്ക് ആരെന്ന് പറയാണ്? ഇബ്നു കസീർ പറയാണ്. അടിവരട്ടോളൂ, ഇബ്നു കസീറാ പറയുന്നത്, ഞാനല്ല. നേരത്തെ പറഞ്ഞത് ദുർമൻസൂർ സുയൂത്തിമാവിൻ്റെതാണ്, അതല്ല. ഇത് ശരിക്കും മനസ്സിലാക്കിയൊക്കെ قال الإمام أحمد
അങ്ങനെ തന്നെ ഇന്നല്ലാഹ നളറ ഫീ ഖുലൂബിൽ ഇബാദി ഫസ്തഫാഹു ലിനഫ്സിഹി ഫബഅസഹു ബിരിസാലത്തി ثم نظر في قلوب العباد بعد قلب محمد صلى الله عليه وسلم فجعل قلوب أصحابه خير قلوب العباد فجعلهم ذراع النبي يقاتلون على دينه فما رأوا المسلمون حسنا وعند الله حسن وما رأوا المسلمون سيئا وعند الله سيء. ഇന്നലെ ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ആദ്യം മുതൽക്ക് ആദം നബി അലൈഹിസ്സലാം മുതൽക്ക് ഇങ്ങോട്ട് പോന്നിട്ട് ആദം നബി അലൈഹിസ്സലാമിന് 40 മക്കളുണ്ടായിരുന്നല്ലോ അല്ലേ? 40 മക്കളാണ് മണ്ണുമായിട്ട്. ഈ 40 മക്കളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പാരമ്പര്യം വരുന്ന ആരാണ്? ഈസ നബി അലൈഹി സ്വലാമിലൂടെ. മക്കളെ കൂട്ടത്തിൽ ഒറ്റ നബി ഉണ്ടായിട്ടുള്ളത് ഈസ നബി അലൈഹി സ്വലാം. ആ ഈസ നബി അലൈഹി സ്വലാമിലൂടെ. അല്ലെങ്കിൽ വേറെ എത്ര മക്കളുണ്ടായിരുന്നു? അക്ഷരന്മാരായിട്ടും അഞ്ചന്മാരായിട്ടും അവരുടെ ഇവിടെ ഒന്നുമല്ല. അപ്പൊ അള്ളാഹുവിന്റെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആദം നബി അലൈഹി സ്വലാം തൊട്ട് തുടങ്ങിയിട്ട് സ്വന്തം വാപ്പ വരെ അള്ളാഹു സുബ്ഹാനഹു വ തആല പോരുന്ന ഉമ്മമാരുടെയും വാപ്പമാരുടെയും പാരമ്പര്യം പ്രത്യേകം അള്ളാഹു തആല ക്ലിയറാക്കി ശുദ്ധി ചെയ്ത് മുസഫയുമായി അള്ളാഹു സുബ്ഹാനഹു വ തആല പൊരുത്തപ്പെട്ട് തെരഞ്ഞെടുത്ത് കൊണ്ടുവന്നൊരു പാരമ്പര്യത്തിലൂടെയാണ്. അതുകൊണ്ടാണ് അള്ളാഹു തആല ഇവിടെ പറയുന്നത് അള്ളാഹു ആലമു ഹൈസു യജാലു റിസാലത്തു. ആയത്തിന്റെ തഫ്സീറിലാണ് പറയുന്നത്. അതാണ് അതിന്റെ പ്രത്യേകത. അള്ളാഹുവിന്റെ റിസാലത്ത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എവിടെ വരുത്തണം, ഏത് വഴിയിലൂടെ കൊണ്ടുവരണം എന്നൊക്കെ ആർക്കറിയാം? ചെറിയ മക്കൾ 7 വയസ്സായ കുട്ടികളെ 3ാം ക്ലാസ്സിൽ വെച്ചിട്ട് അബ്ദുല്ലാഹി അബ്ദുൽ മുത്തലിബ് വഹാശിമും അബ്ദു മനാഫിൻ മുൻതസിബ് ഉസൈഖിലാബും മുർറത്തും കഅബുല്ലുഐ ഖാലിബു ഫിറും മാലികുൻ നദറുൻ നുഖൈ കിനാനത്തും ഹുസൈമത്തും വമുദ്രിക ഇല്യാസ് സുമ്മ മുദറുകും മുദ്രിക നിസാറുഹും മാ അദ്ദുഹും മദ്നാനു തർതീബുഹും മാ താബിഹി തിബിയാനു. ഇങ്ങനെ ചൊല്ലി പഠിപ്പിക്കല്ലേ. ഈ കാഫിരീങ്ങളെ പേരല്ലേ കാണാപ്പാടം ഈ ചെറിയ പിതൽ മക്കളെ പഠിപ്പിക്കുന്ന എവിടുന്നായിട്ട് നിങ്ങൾ നന്നാകാം? ഈ ലാഭത്തിൽ നടത്തുന്ന ഒരു മനുഷ്യൻ പറഞ്ഞ വാക്കാണ്. ഈ 20 ആളുകൾ മുശ്രിക്കുകളാണെന്ന് അവരുടെ പേര് കുട്ടികൾ 7ാം വയസ്സിലോ 8ാം വയസ്സിലോ മനപ്പാടം ചെല്ലിപ്പടിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ മക്കൾ ഒരൊറ്റൊന്നും നന്നാകാത്തത്. ഇസ്ലാമിന്റെ അഡ്രസ് ഉണ്ടാവില്ല. ഇസ്ലാമിന്റെ അഡ്രസ് ഉണ്ടാവില്ല. മനസ്സിലാക്കി? ഇന്നല്ലദീന യൂദൂന അല്ലാഹ വറസൂലഹു ലഅനഹുമുല്ലാഹു ഫിദ്ദുനിയ വൽ ആഖിറ വലഹും അദാബുൻ അലീം. അല്ലാഹു തആല തുറന്നു പറഞ്ഞത് അല്ലാഹുവിന്റെ തിരുദൂതരെ വിഷമിപ്പിക്കുന്നവരാരോ അവരെ ദുനിയാവിലും ആഖിറത്തിലും ലഅനത്താക്കപ്പെട്ടവരാണ്. അവർക്ക് കഠിനമായ ശിക്ഷ അതാ അല്ലാഹു സുബ്ഹാനഹു വ തആല തയ്യാർ ചെയ്തിരിക്കുന്നു. ഖുർആനാ പറയുന്നത്. അതേസമയത്ത് മുഅ്മിനീങ്ങളെ പറ്റി പറഞ്ഞോട് നോക്കിയിട്ടുണ്ട്. الذين يؤذون المؤمنين بغير ما اكتسبوا فقد احتملوا بهتانا واثما مبينا. മുഅ്മിനുകളായ ആളുകൾ ആണുപെണ്ണുങ്ങളാവുന്ന മുഅ്മിനീങ്ങളെ അവർ ചെയ്യാത്ത അപരാധം അവരുടെ പേരിൽ ആരോപിച്ച് വിഷമിപ്പിക്കുന്നവർക്ക് അല്ലാഹു സുബ്ഹാനഹു അവിടെ നിബന്ധന മുഅ്മിനീങ്ങളെ പറ്റി ഇല്ലാത്തത് പറഞ്ഞ് വിഷമിപ്പിക്കുമ്പോൾ അതവർ ഇല്ലാത്തത് പറഞ്ഞ് വിഷമിപ്പിച്ചാൽ അല്ലാഹു ശിക്ഷിക്കുന്നതാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറ്റി പറഞ്ഞോട്ടെ അങ്ങനെ യാതൊരു വേർതിരിവുമില്ല. പറഞ്ഞ ഒറ്റ ഇന്നല്ലദീന യൂദൂന അല്ലാഹ വറസൂലഹു ലഅനഹുമുല്ലാഹു ഫിദ്ദുനിയ വൽ ആഖിറ. ദുനിയാവിലും ആഖിറത്തിലും അള്ളാഹിന്റെ തിരുദൂതരെ വിഷമിപ്പിക്കുന്നവർ. അള്ളാഹിനെ പറഞ്ഞ എന്തിനാ ആദ്യത്തിൽ? അള്ളാഹിനെ പറഞ്ഞത് വർഷത്തിനിറങ്ങുക, അല്ലാതെ അള്ളാഹിനെ അടിച്ച് വിഷമിപ്പിക്കാൻ വയ്യോ? അങ്ങനെ പലയിടത്തുണ്ട് ചില പ്രയോഗങ്ങളൊക്കെ. എന്ന് പറഞ്ഞാൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തിന്റെ മുമ്പിൽ നിങ്ങൾ സുന്നത്തിനെ തള്ളി പറയരുത് എന്നൊക്കെയാണ് പറഞ്ഞില്ല. അവിടെ അള്ളാഹ് പറഞ്ഞ തമറക്കില്ല എന്നേലും അവിടെ അള്ളാഹിന്റെ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിഷമിപ്പിക്കുമ്പോൾ ആ വിഷമിപ്പിക്കുന്നവർക്ക് അള്ളാഹു തആല ദുനിയാവിലും ആഖിറത്തിലും ലഅനത്താണ്. ഇതിലും മേലെ ഒരു വിഷമിപ്പിക്കലിഞ്ഞ് വേറെ ഉണ്ടോ? തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 20 ഉപ്പാപ്പമാരിൽ ഒന്നെങ്കിലും മുഅ്മിനുണ്ടോ? ഇവരെ പേര് കാണാതെ ചൊല്ലിപ്പടിക്കുന്നത് കൊണ്ടാണ് നമ്മളെ കുട്ടികൾ നന്നാകാത്തത്. ഇത്രയും മാത്രം പറയാൻ. തങ്ങളുടെ ഉപ്പാപ്പമാരുടെ പേര് കാണാതെ പഠിച്ചാൽ അതുകൊണ്ട് കുട്ടികൾ കേടുന്നോവും എന്ന് വരെ പ്രചരിപ്പിക്കാൻ ഒരു മനുഷ്യന്റെ അതിലേറെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ വിഷമിക്കുന്നത് എന്താണ്? തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ കൽപ്പിച്ചതാ.
ആരെങ്കിലും ഒന്നുമല്ല, അത് മുമ്പൊരിക്കൽ പറഞ്ഞ ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല സയ്യിദ് ഇബ്നു ആസിം, വലിയ തറവാട്ടുകാരനാണ് ആസിം ഇബ്നു വായിൽ. ഇബ്നു വായിൽ ലോകം കുരുത്തക്കെട്ട മുശ്രിക്കായിരുന്നു. അങ്ങനെ ഒരിക്കലും ഇങ്ങനെ മക്കത്തും ത്വായിഫൊക്കെ പോകുന്ന സമയത്ത് കൂട്ടത്തിൽ ഇങ്ങനെ ഈ സയ്യിദ് റളിയല്ലാഹു അൻഹു കൂടെ ഉണ്ട്, ഒരു സഹാബിയാണ്. ഇയാളെ ഖബറിലെടുത്തിട്ട് ഈ ആസിബിന് വായിലെ ഖബറിലെടുത്തിട്ട് ഇതാരെ ഖബറാന്ന് ചോദിച്ചപ്പോ ഇയാളുടെ ഒറിജിനൽ അഡ്രസ് ആര് പറഞ്ഞു? സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു. പറയാ അതിനകത്ത് അജാദി മുശ്രിക്കാ, ലോകം മുശ്രിക്കുന്നതാണ്. പക്ഷേ അത് സയ്യിദ് റളിയല്ലാഹു അൻഹു ഇഷ്ടപ്പെട്ടില്ല. സ്വന്തം മാപ്പില്ലേ, മരിച്ചുപോയതാണ്, കാഫറായിട്ട് മുശ്രിക്കായിട്ട് മരിച്ചത്, എന്നാൽ പോലും വല്ലാതെ ഷോക്കിൽ വെച്ചു സയ്യിദ് റളിയല്ലാഹു അൻഹു. ഈ വിവരം അദ്ദേഹം സങ്കടത്തോടു കൂടി പോയി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറഞ്ഞു. ഇത് ശരിക്കും 1-ാം നമ്പർ ലോക മുശ്രിക്കായി മരിച്ച ആളാണ് ആസിം ഇബ്നു വായിൽ. എന്നാലും അയാളെ മകൻ നല്ലൊരു മനുഷ്യൻ, സഹാബിയാണ്. ഇദ്ദേഹത്തെ ബാപ്പനെ പറ്റിയിട്ട് ഉള്ള അവസ്ഥ പറഞ്ഞിട്ട് വിഷമിപ്പിച്ചപ്പോ ആ സങ്കടത്തോടു കൂടി നബി തങ്ങളോട് പറഞ്ഞപ്പം പറഞ്ഞത് മരിച്ചുപോയവരെ അധിക്ഷേപിച്ചുകൊണ്ട് ജീവിച്ചിരിക്കുന്നവരെ നിങ്ങൾ വിഷമിപ്പിക്കരുത്. അതുകൊണ്ടോ ആസിം ഇബ്നു വായിൽ മാത്രമല്ല, ബഹുമാനപ്പെട്ട ഇക്രിമത്ത് റളിയല്ലാഹു തആല അൻഹു അള്ളാഹുവിന്റെ ദീനിലേക്ക് വന്ന് വലിയ മഹാനായി, അബൂജഹലിന്റെ മകനായി. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബാക്കളോട് ആകെ നിരോധിച്ചിരുന്ന ഇക്രിമത്തുബ്നു അബീ ജഹൽ എന്ന് പറയുന്നത്. അബൂജഹലിനാട്ടിലും വലിയ കുരുത്തം കെട്ടോന്നെ അള്ളാന്റെ ദുന്യാവിൽ വേറെ ഉണ്ടായിരുന്നു. ഏത് സാക്ഷാതാണ് റബ്ബുക്കുൽ ആലാന്ന് പറഞ്ഞ ഫിറോനെക്കാട്ടിലും വലിയ ആളാണ് എന്റെ ഫിറോന് എന്നാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. കാരണം അറുക്കാൻ പോകുമ്പോൾ എന്താ പറയുക, നല്ലോണം കൗത്ത് നീക്കിട്ട് മുറിച്ച മുഹമ്മദ് കണ്ടിട്ടൊന്നും ഞെട്ടേന്നാണ്. മറ്റോ മുങ്ങി ചാകാൻ പോകുമ്പോ എന്താണ് ബനിസ്രായിക്കാർ വിശ്വസിച്ചു, അള്ളാഹുവിൽ ഞാൻ വിശ്വസിച്ചു എന്ന് പറഞ്ഞു. ആ ജാതി അബൂജഹൽ. പക്ഷേ മകൻ നല്ല 1-ാം നമ്പർ മൂമിനാണ്. ഈ മുഅ്മിനായിരിക്കുന്ന മകൻ മൂമിനായി വന്നപ്പോ പേര് വിളിക്കുന്ന സമയത്ത് ഇക്രിമത്തുബ്നു അബീ ജഹൽ എന്ന് പറയണ്ട. കാരണം അദ്ദേഹം എന്തായാലും ഇഷ്ടപ്പെടൂല, ഉറപ്പാണ്. കാരണം എന്താ, അബീ ജഹൽ ആപ്പെട്ട പേരല്ല, നാട്ടുകാരിട്ട പേരല്ല. അയാളുടെ പ്രത്യേക സ്വഭാവം കൊണ്ട് നബി തങ്ങൾ വിളിച്ച പേരാണ് ഓര് വിളിക്കുന്ന അബുൽ ഹക്കം എന്നാ. അപ്പൊ ആ പേര് അബൂജഹൽ എന്ന് കേൾക്കുന്നത്, അബൂജഹലിന്റെ മകൻ എന്ന് കേൾക്കുന്ന ഇക്രിമത്ത് റളിയല്ലാഹു അൻഹു ഇഷ്ടം ഉണ്ടാവില്ല. അതുകൊണ്ട് അത് വിളിക്കരുത് എന്ന് പറഞ്ഞു. ഇങ്ങനെയാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത്. അപ്പൊ ഇവര് ഖുർആൻ കൊണ്ട് അവർ നജാത്തിന്റെ അഹ്ലുകാരാണ് ഈ പറയുന്ന മുഴുവൻ ആളുകളും. ഇനിയും ധാരാളം ഉദ്ധരണികൾ വായിക്കേണ്ട സമയം ഇപ്പം തന്നെ വളരെ അതിക്രമിച്ചത് കൊണ്ട് ഞാൻ നിർത്തുകയാണ്. ചുരുക്കത്തിൽ ഇനി ആദ്യം ചെയ്യുന്നത് ഈ 20 ഉപ്പാപ്പമാരെ സംബന്ധിച്ച് ചെറിയൊരു വിശദീകരണം, കൂടുതലില്ല, വളരെ ചുരുങ്ങിയൊരു വിശദീകരണം, വളരെ വേണ്ടതുണ്ട്, അതില്ല. അതിന്റെ ശേഷം പിന്നീട് മഅദ് മുതൽക്ക് ഇസ്മായിൽ നബി അലൈഹിസ്സലാം വരെയുള്ള 36 തലമുറ, 36 തലമുറ. അവിടുന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാം മുതൽ ബഹുമാനപ്പെട്ട നോഹ് നബി അലൈഹി സ്വലാം വരെയുള്ള 7 തലമുറ. അവിടെ നിന്ന് അങ്ങോട്ട് ആദം നബി അലൈഹി സ്വലാം വരെയുള്ള 10 തലമുറ. അതിനെ പറ്റിയിട്ട് ഒരു ഓട്ടപ്രദേശം, അല്ലാതെ അതും വിശദീകരിക്കാൻ സമയമില്ല, വളരെ തിരിഞ്ഞത്. അങ്ങനെ സംഗതിയെങ്കിലും നമ്മൾ മനസ്സിലാക്കി ഓരോ വാർത്തയും ഉണ്ണി ആരാണെന്ന് അങ്ങനെയാണ് പറഞ്ഞത്. വിശദീകരിക്കേണ്ട പ്രത്യേക ആവശ്യമുണ്ടെങ്കിൽ ആ ഭാഗം വിശദീകരിക്കും. ഇല്ലാതെ ഈ ഒരു പാരമ്പര്യം ആദം നബി അലൈഹി സ്വലാം, ഇതിന് ഒരാളും ബേജാറാകേണ്ടതില്ല. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 20 ഉപ്പാപ്പമാരുടെ പേര് അവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ട് എന്നത് ശരിയാണ്. ഈ 20 ഉപ്പാപ്പമാരുടെ പേര് പറഞ്ഞതിന് ശേഷം ചില സഹാബികൾ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറയും, അവിടെ അടുത്തിയാ പിന്നെ കദിബൻ നസാബൂൻ എന്ന് പറയാറുണ്ടായിരുന്നു. അപ്പൊ അതിനെപ്പറ്റി പഠനം നടത്തിയ ഹദീസ് പണ്ഡിതന്മാരൊക്കെ പറയാതെ തങ്ങളുടെ തിരുവനല്ല. കദിബൻ നസാബൂൻ എന്ന് പറഞ്ഞാൽ ഒരിക്കലും നിബിതങ്ങൾ പറഞ്ഞതല്ല, മറിച്ച് അതിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് ഇബ്നു കസീർ പറയുന്നു കദിബൻ നസാബൂൻ എന്ന് പറഞ്ഞത് വഖുറൂനം ബൈന ദാലിക കസീറ എന്ന ആയത്തിന്റെ അടിസ്ഥാനത്തിലാണ്. എണ്ണമറ്റ തലമുറകൾ കഴിഞ്ഞുപോയി. ഈ ഖുറൂനം ബൈന ദാലിക കസീറ എന്ന് പറഞ്ഞാൽ പിന്നെ ആർക്കാർ അത് പറഞ്ഞാൽ ആദം നബി അലൈഹി സ്വലാമിന്റെയും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും ഇടയ്ക്കുള്ള വ്യക്തികളുടെ എണ്ണ അറിയില്ലെന്നാണ് ആകെ പടപ്പുകളെ. അല്ലാതെ തലമുറ എത്രയാണെന്നോ ആ ഉപ്പാപ്പമാരാരാണെന്നോ അറിയില്ല, ആ ആയത്തിൽ തഫ്സീറില്ല എന്ന് ഇബ്നു കസീർ റളിയല്ലാഹു അൻഹു പറയുന്നത്. അപ്പോ ആ ആയത്ത് വെച്ചുകൊണ്ടോ അല്ലെങ്കിൽ കദിബൻ നസാബൂൻ എന്ന ഹദീസ് വെച്ചുകൊണ്ടോ
തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോ ഖുർആനോ നബി തങ്ങളെ ആദം നബി അലൈഹി സ്വലാം വരെ എത്തിക്കുന്നതിനെ എതിർത്തിട്ടില്ല. വലിയൊരു ഭാഗം പണ്ഡിതന്മാർ, ഇമാം ഷാഫി റളിയല്ലാഹു തആല ഉൾപ്പെടെയുള്ള വലിയൊരു ഭാഗം പണ്ഡിതന്മാർ ആദം നബി അലൈഹിസ്സലാം വരെയുള്ള പാരമ്പര്യം പറഞ്ഞവരാണ്. ചരിത്രത്തിൽ അനിഷേധ്യമായത് തെളിയതും ആണ്. ആകെ ചെറിയൊരു അവ്യക്തത ഉള്ളത് എവിടെയാണെന്ന് വെച്ചാൽ മാദ് മുതൽക്ക് ഇസ്മായിൽ അലൈഹിസ്സലാം വരെയുള്ള എണ്ണത്തിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അതിൽ 37 കൂടുതൽ ശരി എന്നാണ് ചരിത്ര പണ്ഡിതന്മാർ പറയുന്നത്. ഞാൻ നിർത്തുകയാണ്. നമ്മൾ ഈ ചരിത്രം പറച്ചില്ല, ഇത് നിന്ന് അടിസ്ഥാനം പറയാൻ വേണ്ടി ഒന്നും കൊണ്ടില്ല. ഏതുണ്ടായ ചരിത്രപരമായി മുഖ്യമായും 4 ഗ്രന്ഥങ്ങളാണ് അടിസ്ഥാനമാക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മളെ ഈ പരമ്പരയിൽ. ഒന്ന്, ഇന്ന് ജീവിച്ചിരിക്കുന്ന അബൂബക്കർ ജുസൈരി. മദീനത്തിലെ എന്താ അദ്ദേഹം ഒരു സലഫി പണ്ഡിതനാവുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഹാദൽ ഹബീബ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം യാ മുഹബ്ബു എന്ന ഗ്രന്ഥം നമ്മുടെ ഈ സീരിയലിൽ പ്രധാനമായി അവലംബമാക്കുന്ന ഒന്ന്. രണ്ടാമത്തേത് റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന പേരിൽ ഖാദി സുലൈമാൻ ബാർക്ക്പുരി എഴുതിയ റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന ഗ്രന്ഥമാണ് മുഖ്യമായും അടിസ്ഥാനമാക്കുക. കാരണം അദ്ദേഹം ഒരു സലഫി പണ്ഡിതനാണ്. ഈ കിതാബ് പ്രസിദ്ധീകരിച്ചത് ഇന്ത്യയിലെ സലഫി പ്രസ്ഥാനവുമാണ്. ഉറുദുവിലായിരുന്നു. പക്ഷേ അത് ഇവിടെ റിയാദിലുള്ള ഈ മുഹമ്മദ് സൗദ് യൂണിവേഴ്സിറ്റിയിലെ ഉറുദു വിഭാഗം പ്രൊഫസർ അറബിയിലേക്ക് പരിഭാഷപ്പെടുത്തിയ അറബി കോപ്പിയാണ് നമ്മൾ ഉപയോഗപ്പെടുത്തുക. ഇത് രണ്ടും ആധുനിക പണ്ഡിതന്മാരാണ്. അതിന്റെ പുറമെ ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തി റളിയല്ലാഹു തആല അൻഹുവിന്റെ പ്രധാന ശിഷ്യനായ ഹാഫിദ് ശംസുദ്ദീൻ ഷാമി റളിയല്ലാഹു തആല അൻഹുവിന്റെ സുബുലുൽ ഹുദാ വർ-റഷാദ് ഏറ്റവും കൂടുതൽ അടിസ്ഥാനമായി അതാണ്. മറ്റൊന്ന് ഇമാം ഖത്താനി റളിയല്ലാഹു തആല അൻഹുവിന്റെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രം പറയുന്ന എന്തായാലും പേര് മവാഹിബുൽ ലദുന്നിയ. ഈ 4 വേറെ ഇല്ല, എല്ലാം കൂടി നോക്കിയാൽ പിന്നെ എത്തൂല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും അവിടുത്തെ പാരമ്പര്യം